അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. എന്തിനാണ് ആളുകൾ ടാക്സ് അടയ്ക്കുന്നത്? ഇങ്ങനെ ടാക്സ് 10 ലാഖിന് 5 ലാഖ് സെയിൽസ് ആക്കുമ്പോൾ എന്ത് സംഭവിച്ചു? 1,80,000 അടയ്ക്കുന്നതിന് പകരം 90,000 അവിടെ അയാൾ അടയ്ക്കുന്നുള്ളൂ. ഇത് ലിറ്ററലി ടാക്സ് ഇവേഷനാണ്. ഓക്കെ, കാര്യം എന്താ? വാല്യൂ സപ്രസ് ചെയ്ത് കാണിച്ചുകൊണ്ട് ടാക്സ് കുറയ്ക്കുന്നതാണ്. ഇതിനധികം ലൈഫില്ല. എന്താ പറയുക, എനിക്ക് കൺഫ്യൂഷനുള്ള കാര്യമാണ് CAയും ടാക്സ് കൺസൾട്ടൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ശരിക്കും തെറി വിളിക്കേണ്ട ഈ നിയമം എഴുതിയ ആൾക്കാരെ. ഈ സെലിബ്രിറ്റി ക്ലയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആണോ? പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടാക്കുന്നത് വരെ ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഈ വരുമാനമൊക്കെ കണ്ട് ഞെട്ടാറില്ലേ? വരുമാനം കണ്ട് ഞെട്ടിയിരുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. അതൊരു കണക്കിന് പ്രൈവസി ഇൻവേഷൻ അല്ലേ? ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽറ്റേർഡിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം അറിവ് പകർന്നു തരിക എന്നതാണ് എൻ്റെ ഒരു വലിയ മോട്ടീവ്. ഞാൻ ഈ പോഡ്കാസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം. അപ്പോൾ നമുക്ക് പല പല ടൈപ്പ് ഓഫ് ഗസ്റ്റുകൾ നമുക്ക് വന്നു. ഗൈനക്കോളജിസ്റ്റ് വന്നു, ഓൺട്രപ്രണേഴ്സ് വന്നു. അപ്പം ഇനിയും സിനിമയിലെ ഒത്തിരി പേര് വന്നു. അപ്പോൾ ഇനിയുമാണ് ഏറ്റവും വലിയ നമ്മളുടെ എന്താ പറയുക, എന്തോ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് പറയുന്നത് പോലെ തന്നെ കണക്കാണ് എല്ലാം എന്ന് പറയുന്ന ചിരി വരുന്ന എനിക്ക് ഇഷ്ടമുണ്ട് ആണല്ലേ, നല്ല ഇൻട്രൊഡക്ഷൻ ആണെന്നൊക്കെ. അപ്പം നമുക്ക് ഒരുപാട് അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ട് ഈ കണക്കുകളെ കുറിച്ച് ഞാൻ എന്തിനാണ് ഇത്ര ഇൻട്രൊഡക്ഷൻ തന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഒരു ടാക്സ് കൺസൾട്ടൻറ്റ്, ഒരു സെലിബ്രിറ്റി ടാക്സ് കൺസൾട്ടൻറ്റ് അഭയ് രാജ്കുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ. ഹായ്. അതായത് എന്താ പറയുക, എനിക്ക് കൺഫ്യൂഷനുള്ള കാര്യമാണ്. CAയും ടാക്സ് കൺസൾട്ടൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? CAയും ടാക്സ് കൺസൾട്ടൻറ്റും തമ്മിലുള്ള വ്യത്യാസം, ഇവർ ചെയ്യുന്ന ജോലി ഒരു ജോലിയാണ്. പക്ഷെ പഠിക്കുന്നതും ഒന്നാണ്. പക്ഷേ ഇവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് CA ആണ് അതിൻ്റെ എപ്പെക്സ് ക്വാളിഫിക്കേഷൻ. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നതാണ് അതിൻ്റെ റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷൻ. BCom കഴിഞ്ഞവരും MCom കഴിഞ്ഞവരൊക്കെ ടാക്സിനെ കുറിച്ച് അറിവുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സ് കൺസൾട്ടൻസ് ആയി മാറും. പക്ഷെ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്യുന്ന ആളാണ്. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫൈനലിസ്റ്റാണ്. എനിക്കൊരു ഗ്രൂപ്പ് കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തു വന്നുകൊണ്ട് ഞാൻ ടാക്സ് കൺസൾട്ടൻസി കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ CA എന്ന് പറയാറായിട്ടില്ല. CA എന്ന് പറയണമെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് കൂടി കിട്ടണം. എനിക്ക് ഭയങ്കര ബ്രാൻഡ് ന്യൂ ഇൻഫർമേഷനാണ്. കാരണം ഈ OBGനും ഗൈനക്കോളജിസ്റ്റും രണ്ടാണെന്ന് പറയും. അതായത് ഈ ഡെലിവറി ബേസ് ചെയ്തിട്ട് അത് രണ്ടാന്ന് ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ദ സെയിം തിങ് ഹാപ്പൻഡ്. CAയും ടാക്സ് കാരണം ഞാൻ MCom BCom പഠിച്ചത്, ഇതെൻ്റെ അറിവില്ലായ്മയാണ് കേട്ടോ. MCom BCom പഠിച്ചവർ മറ്റേ അക്കൗണ്ടൻസ് ആയിട്ടും അങ്ങനെ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് ഗുഡ് തിങ്. അപ്പോൾ വിളിച്ചത് എന്തായാലും നന്നായി, എനിക്ക് തന്നെ അറിവ് കിട്ടി. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. എന്തിനാണ് ആളുകൾ ടാക്സ് അടയ്ക്കുന്നത്? എന്തിനാണ് ആളുകൾ ടാക്സ് അടയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഗവൺമെൻറ് പറയുന്ന ഒരു ആൻസർ ഞാൻ ആദ്യം പറയാം. ഗവൺമെൻറ് ആൾക്കാരോട് എന്തിന് ടാക്സ് അടയ്ക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് റൺ ചെയ്യണം, ഗവൺമെൻറ് സ്കൂളുകൾ റൺ ചെയ്യണം, ഇതിനൊക്കെ അവർക്ക് പൈസ വേണം. അപ്പോൾ ഇതിനൊക്കെ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ സിറ്റിസൻസിൻ്റെ അടുത്ത് നിന്ന് കളക്ഷൻ നടന്നാലേ പറ്റുള്ളൂ എന്നുള്ളൊരു അജണ്ടയാണ് ഗവൺമെൻറ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇനി ഒരു ലേമാൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വലിയ പെനാൾട്ടി കാര്യങ്ങളൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും GST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ടാക്സ് അടയ്ക്കണം. ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം താല്പര്യം കൊണ്ട് അടയ്ക്കുന്നവരല്ല ഭൂരിഭാഗം ആൾക്കാരും. ആർക്കും ആഗ്രഹം ഉണ്ടായിരിക്കില്ലല്ലോ കയ്യിലുള്ള പൈസയുടെ വലിയൊരു ഭാഗം കൊടുക്കാമെന്ന്. അപ്പോൾ ലേമാൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് സത്യം പറഞ്ഞാൽ ഈ പീനലൈസേഷൻസിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ഒരു ലക്ഷ്യം ടാക്സ് അടയ്ക്കുന്നതിൽ. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർ ഈ പറയുന്ന പോലെ രാജ്യബോധം അല്ലെങ്കിൽ രാഷ്ട്രബോധം കൊണ്ട് നികുതി അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ശരിക്കും അതിൻ്റെ ഇൻറ്റൻഷൻ, ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഇൻറ്റൻഷൻ. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, അതായത് ഗവൺമെൻറ് നമുക്ക് തരുന്ന സൗകര്യങ്ങൾ, അതിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഗവൺമെൻറ് സ്കൂൾസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഡെഫിനറ്റ്ലി എവിടെന്നെങ്കിലും ഫണ്ട് വേണം. അപ്പോൾ പിന്നെ ഈ ഫണ്ട് വരുന്നത് വേറെ വഴികളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ നികുതി പണം കൂടി വേണം. ഓക്കെ ഫൈൻ. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഭയങ്കര ലെസ് നോളജാണ് എനിക്ക്. ഒന്നാമത്തെ കാര്യം പൊളിറ്റിക്സിൽ പറയേ വേണ്ട. പിന്നെ ടാക്സ്, ഇൻകം ടാക്സ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതിപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾക്ക് അറിവുണ്ടായാൽ മതി സത്യം പറഞ്ഞാൽ. അതെ, പക്ഷെ എന്നാലും നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഇപ്പം ടാക്സ് ഫയൽ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന, അത് അടച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ലീഗൽ പ്രശ്നങ്ങൾ പലർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് അറിവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പണിയില്ല. അതാണ് സത്യം. ചെറിയ ബേസിക് ഐഡിയ മാത്രമേ ഉണ്ടാക്കാവൂ.
കുറെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഇല്ലല്ലോ. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുമ്പോൾ ഞാനത് ചോദിക്കാനിരുന്നൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ കൺസൾട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രൊഫഷൻ അതാണ്. അപ്പോൾ നമ്മുടെ ചെയ്യുന്ന പ്രൊഫഷനിലുള്ള പോയിന്റ്സ് എല്ലാം ഈ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആളുകളെല്ലാം ഭയങ്കര വെൽ അവെയർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നല്ലൊരു ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടമായി. ചോദ്യങ്ങൾ ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തു, അപർണ അത് കണ്ടു. അപ്പോൾ അപർണയുടെ ഫീൽഡിൽ, ആങ്കറിങ് ഫീൽഡിൽ ഒരാൾക്ക് എങ്ങനെ ടാക്സ് സേവ് ചെയ്യാം എന്ന് പറയുന്നൊരു സാധനമായിരിക്കും ഞാൻ പറയുന്നുണ്ടായിരിക്കും. അപർണ എൻറ്റയർ 60 മിനിറ്റ്സോ അല്ല 60 സെക്കൻഡ്സോ അത് കേട്ടു, അത് മനസ്സിലായി. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ നിൽക്കുമോ? ഇല്ല. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്യും? ഏതർ എന്നെ വന്ന് കാണും, അല്ലെങ്കിൽ എന്നെ പോലത്തെ ഇത് ചെയ്യാൻ അറിയുന്ന ഒരാളെ വന്ന് കാണും. നോളജ് എവിടെ കിട്ടുന്നുള്ളൂ. എൻഡ് ഓഫ് ദി ഡേ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും റിയൽ ലൈഫിൽ എന്നുള്ളത് അറിയില്ല. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ചാലഞ്ച് അവിടെ ഇല്ല. അത് എന്താ പറയുക, ഇൻഡയറക്ട്ലി സത്യം പറഞ്ഞാൽ അത് എനിക്കൊരു ബിസിനസ് മോട്ടീവ് കൂടിയാണ്. നോളേജ് ആളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ അപർണ അത് കാണുമ്പോൾ അപർണയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ടാക്സ് സേവ് ചെയ്യാനൊരു വഴിയുണ്ട്, ഇന്ന വഴികളൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാവും ചെയ്യും. പക്ഷെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം ഡീപ്പ് നോളേജുള്ള, എല്ലാ ഏരിയയും ക്ലോസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയുന്ന ഒരാൾ വേണം. ഓഫ് കോഴ്സ് എൻ്റെ മനസ്സിൽ കൂടെ ഒത്തിരി ടാക്സ് ബേസ്ഡ് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ആലോചിക്കുക ഏതാദ്യം ചെയ്യണം, അത് ചെയ്യണം, മറ്റേ ബന്ധുപ്പണിക്കരുടെ അവസ്ഥ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ശരിക്കും എനിക്ക് ചോദിക്കണം നല്ല ആഗ്രഹം, ടാക്സ് അടയ്ക്കുന്നുണ്ടോ? പക്ഷെ ഞാൻ ചോദിക്കണില്ല. കാരണം ഈ പറയുന്ന പോലെ ഏജ് ചോദിക്കുന്ന പോലെ അല്ലെങ്കിൽ സാലറി ചോദിക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഞാൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പ്രൊഫഷണൽ ടാക്സ് ഓൾറെഡി കട്ടാവുന്നുണ്ട്. TDS കട്ട് ചെയ്യും. അല്ല, പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞിട്ട് അവർ 3 months കൂടുമ്പം അടയ്ക്കുന്നുണ്ട്. അത് മതി, അതിൽ കൂടുതലൊന്നും എൻ്റെ കയ്യിൽ ഇല്ല തരാൻ. അതാണ്. അപ്പോൾ ടാക്സ് അടയ്ക്കുന്ന ആളാണ്. പിന്നെ അത് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരത് എന്താ ചെയ്യുക? അവർ ഗവൺമെന്റിലേക്ക് അപർണയുടെ ടാക്സ് ആണെന്ന് പറയപ്പെടുന്നു. അല്ല, അത് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അത് കറക്റ്റായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇത് കളക്ട് ചെയ്ത് മൊത്തം അടയ്ക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, അത് തിരിച്ചെടുക്കാനുള്ള വഴി വരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ നിന്ന് ഇത്രയും എമൗണ്ടുകൾ ഇൻഫോസിസ് പിടിച്ച് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ ലേബിളായ ഒരു വ്യക്തി അല്ല എന്ന് വിചാരിക്കുക. അതിനൊരു സ്ലാബ് ഉണ്ടല്ലോ, വലിയ ഇൻകം ഉണ്ടാക്കുന്നവർ, അത്യാവശ്യം കുറച്ച് ഇൻകം ഉണ്ടാക്കുന്നവരെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ ആ സ്ലാബിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടാത്തൊരു വ്യക്തിയായിരിക്കാം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതിങ്ങനെ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം, റീഫണ്ട് ക്ലെയിം ചെയ്യാം. ശരിക്കും അത് ഇപ്പോൾ ന്യൂ ലിമിറ്റ് 7 lakhs ആണ്. മുൻപ് അത് 5 lakhs ആയിരുന്നു. ഞാൻ പറയുന്നത് അപർണ ടാക്സ് ലയബിലിറ്റിയുടെ സ്ലാബിൻ്റെ താഴെ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് റീഫണ്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, ഇപ്പം 7 lakhs അല്ലേ ലിമിറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷെ ചിലർക്ക് 10 lakhs 12 lakhs ഒക്കെ പെറാനോ ഉണ്ടെങ്കിലും അവരുടെ ഈ ലയബിലിറ്റീസ് ഒക്കെ വെച്ച് നോക്കി വരുമ്പോഴൊക്കെ എന്തൊക്കെയോ മറ്റേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്കീം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഈ 7 lakhsന്റെ അണ്ടറിലേ വരുള്ളൂ, അതുകൊണ്ട് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ Chapter 6 ഡിഡക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇൻകം മാത്രം നോക്കിയാൽ പോരാ, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനലി ഉള്ള കാൽക്കുലേഷൻ എത്രയാണ് എത്തുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ മൊത്തം ഉണ്ടാക്കുന്ന ഒരു എമൗണ്ട് ബേസ് ചെയ്തിട്ടല്ല ടാക്സ് അടയ്ക്കണം. അങ്ങനത്തെ ഒരുപാട് വഴികളുണ്ട്. അത് ഈവൻ എല്ലാറ്റിലും ഉണ്ട്, എല്ലാ ടാക്സ് സിസ്റ്റത്തിലും ഉണ്ട്. ഇൻകം ടാക്സിലായാലും ഉണ്ട്, GSTയിലായാലും ഉണ്ട്. ഈ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് ഈ പഠനം എങ്ങനെയെങ്കിലും നിർത്തിയിട്ട് ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ടെൻഷനുള്ളൊരു സംഭവമാണ്. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഈ പൈസയൊക്കെ കൂടെ എങ്ങനെ ജീവിക്കും? അതായത് ഒരു മീം ഞാൻ ഈയിടെ കണ്ടതാ. അതായത് 26,000 രൂപയ്ക്ക് സ്വന്തം കാര്യം പോലും നടത്താൻ പറ്റുന്നില്ല, എൻ്റെ അച്ഛനൊക്കെ ഞങ്ങളുടെ കാര്യവും ഇതേ പൈസയ്ക്ക്, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മീം കണ്ടായിരുന്നേ. അപ്പോൾ ഈ 26-ാമത്തെ വയസ്സ് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഈ എങ്ങനെയാണ് ഇത്ര ആളുകളുടെ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അത് സത്യം പറഞ്ഞാൽ 2 രീതിയിൽ ചിന്തിക്കാം. ഇപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ പാലക്കാട് നിന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എൻ്റെ ഒരു ഭയങ്കര പഴയ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. കാര്യം പറഞ്ഞേക്ക് പറയാലോ, നമുക്ക് തിരക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മിസ് ഔട്ട് ആവുന്ന ഏറ്റവും വലിയൊരു ഏരിയ എന്നുള്ളത് നമ്മുടെ പഴയ ഫ്രണ്ട്സ്, ആ സംസാരങ്ങൾ എന്നൊക്കെ ഉള്ളതാണ്. ഞാനും ബിസി സ്കെഡ്യൂളിലേക്ക് കയറുമ്പോൾ ഞാനും ശരിക്കും മിസ് ചെയ്യുന്നത് ആ കാലഘട്ടമൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിങ്ങനെ വരുമ്പോൾ ശരിക്ക് ഞാനിങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ 20-ാമത്തെ വയസ്സിൽ ടാക്സ് എന്ന് പറയുന്ന ജോലിയിലേക്ക് കയറിയ ആളാണ് ബാംഗ്ലൂർ. എൻ്റെ 20-ാമത്തെ വയസ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് തോന്നും ഞാൻ വളരെ ഏർലി സ്റ്റേജിൽ ഇതെടുത്ത് തലയിലേക്ക് വെച്ചോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ അതിനുശേഷം ഞാൻ ഒരു ഭയങ്കര എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ട് എന്നുള്ളൊരു ആളായിരുന്ന വ്യക്തി
ഈ ക്ലയൻസ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ എന്തായെന്ന് വെച്ചാൽ മേ ബി ആ റെസ്പോൺസിബിലിറ്റി കൂടിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഞാൻ കുറച്ച് സീരിയസ് ആയി മാറി. ആൾ മൊത്തത്തിൽ മാറി എന്നുള്ളതല്ല, സംസാരവും രീതികളൊക്കെ സീരിയസ് ആയിട്ട് മാറി. അപ്പോൾ ഞാൻ പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ക്ലയൻസ് എന്ന് പറയുന്നത് സെലിബ്രിറ്റി ഫീൽഡിലുള്ള ആൾക്കാരാണ്, നല്ല ടേൺ ഓവറുള്ള ബിസിനസ് ആൾക്കാരാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ പിച്ച് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് പ്രൊഫഷണൽ ആവണം. മാത്രമല്ല ഞാൻ ആ രീതിയിൽ സംസാരിക്കണം. എൻ്റെ അടുത്തുനിന്ന് ആ വാല്യൂ ഡിഷ് അവർക്ക് കിട്ടണം. അതങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്തതാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി. മാത്രമല്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ ആ ഒരു ജേർണിയിൽ ഓട്ടോമാറ്റിക്കലി കിട്ടിയതാണ്, അത് ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇത് വന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ആ ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ട് ആയ ഒരാൾ മാറി എന്നുള്ളൊരു ഫാക്ട് കൂടി ഉണ്ട് എന്ന് പറയാം. ഈ എക്സ്ട്രോവേർട്സ് ആയിട്ടുള്ളവരൊക്കെ ഈ പ്രൊഫഷനിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒന്ന് ബാക്കോട്ട് വലിയും. ഇപ്പം ഞാൻ ഭയങ്കര എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ആദ്യമൊന്നും തോന്നിയില്ലായിരുന്നല്ലോ. കാരണം അത് നമുക്കൊരു അത് പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ആരുമായിട്ടാണ് എന്നുള്ളതൊരു മാറ്ററാണ്. അതെ അതെ, നമ്മൾ എന്താ പറയുക, ഓരോ ആൾക്കാരുടെയും വലിയ എമൗണ്ട്സ് ആയിരിക്കും നമ്മൾ ത്രൂ മാനേജായി പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടാക്സ് പോർട്ട്ഫോളിയോസ് മാനേജ് ചെയ്യുന്നത് വലിയ ആൾക്കാരായിരിക്കും. നമുക്ക് ഓഫ് കോഴ്സ് സീരിയസ് ആയേ പറ്റൂ എന്നുള്ളൊരു പോയിന്റ് വരും. നമുക്ക് ഓഫ് കോഴ്സ് റെസ്പോൺസിബിൾ ആയേ പറ്റൂ എന്നുള്ളൊരു പോയിന്റ് വരും. നെസസിറ്റിയാണ് എല്ലാറ്റിൻ്റെയും ഫാദറെന്നോ മദറെന്നൊക്കെ പറയില്ലേ, പറയണ പോലെ തന്നെ ആയി പോകും നമ്മൾ കുറച്ചൊക്കെ. അത് ശരിയാ. ഈ സെലിബ്രിറ്റി ക്ലയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആണോ? ആണല്ലേ. ഞാൻ പറയട്ടെ, സെലിബ്രിറ്റി ക്ലയൻസ് മാത്രമല്ല, നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സ് പ്രകാരം ഒരു ക്ലയൻറ്റിൻ്റെ ഡാറ്റയും പുറത്ത്, അതായത് ഇപ്പോൾ ഞാൻ അപർണയുടെ ടാക്സ് പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലും വേറൊരാളോട് പറയരുത്. ഇപ്പോൾ ചേട്ടൻ്റെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആരുടെ ആണെങ്കിലും പുറത്ത് പറയരുത് എന്നുള്ളൊരു പ്രൊഫഷണൽ എത്തിക്സിലൊരു കാര്യമാണ്. അത് വയലേറ്റ് ചെയ്ത വയലേഷനാണ്, ലോയുടെ വയലേഷനാണ്, കോൺഫിഡൻഷ്യാലിറ്റിയുടെ ബ്രീച്ചാണ്. വേണമെങ്കിൽ എൻ്റെ പേരിൽ കേസ് കൊടുക്കുക. ഇപ്പം എന്തായാലും ഒരു പേര് പറഞ്ഞിട്ടാ പറഞ്ഞത്. അതല്ല, ഇപ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്ക്, അതായത് ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ യൂട്യൂബിലേക്കൊക്കെ വരുന്നതിന് മുന്നേ വരെ എനിക്ക് അറിയില്ലായിരുന്നു ഈ, അല്ലെങ്കിൽ പലരുടെയും ഇൻകം ഒക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടിയിട്ടുണ്ട്. ദൈവം ഇത്രയും അതല്ല പറ്റുമെന്നല്ല, പറ്റുന്ന അത് വേറെ സംഭവം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇൻകം ബേസ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇങ്ങനെ ഇൻകം പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ചിലരുടെയൊക്കെ പറയുമ്പോൾ, അതായത് ഇപ്പോൾ അവർ പേഴ്സണലി പറയണം എന്നില്ല, അല്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ട ഇൻകംസ് ഒക്കെ, അതായത് യൂട്യൂബിൽ നിന്ന് ഇത്ര വരുമാനം വരാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഈ വരുമാനം ആരാണ് എന്താണെന്നൊന്നും പറയുന്നൊന്നും വേണ്ട. പക്ഷെ ഈ വരുമാനമൊക്കെ കണ്ട് ഞെട്ടാറില്ലേ? വരുമാനം കണ്ട് ഞെട്ടിയിരുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. ഓഫ് കോഴ്സ്, കാര്യം നമ്മളും ഈ ഫീൽഡിൽ പുതിയതാവുമ്പോൾ നമ്മുടെയും പലരും നമ്മളോട് ഇൻകം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടും. പക്ഷെ ഇപ്പോൾ നമുക്കറിയാലോ എങ്ങനെയാണ് മാർക്കറ്റ്, ഓരോ ബിസിനസ്സിലും എന്താണ്. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവരുടെ ഒരു എന്തായിരിക്കും ഏകദേശം ഒരു ടേൺ ഓവർ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഞെട്ടൽ ഇപ്പം ഇല്ല. എന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ബിസിനസ്സുകളുടെ കേൾക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ എന്താ പറയുക, ചെറിയ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതെന്ന് തോന്നുന്ന ഒരു പച്ചക്കറി കടയൊക്കെ ആയിരിക്കും, ചെറുതെന്ന് തോന്നുന്ന ഒരു പാനിപൂരി ഷോപ്പൊക്കെ ആയിരിക്കാം. പക്ഷെ അല്ല, സീരിയസ്ലി നമുക്ക് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, എല്ലാരും പൊതുവെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ ഇരുന്ന് പറയുന്നത് വല്ല പാനിപൂരി തുടങ്ങിയാൽ മതിയായിരുന്നു. സത്യമാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ പറയുക, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒന്നും ഇൻകം കേൾക്കുമ്പോൾ ഇപ്പോൾ ഞെട്ടാറില്ല. കാര്യം അത്യാവശ്യം നല്ല ഇൻകം ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഹാൻഡിൽ ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇതാണ് ഇങ്ങനൊരു ഫീൽഡിൻ്റെ അവസ്ഥ. ഞാൻ പറയുന്നത് ഏകദേശം അതേ എമൗണ്ട് ഓഫ് ഇൻകം ഉണ്ടാക്കുന്ന പാനിപൂരി ഷോപ്സ് ഉണ്ട്, വെജിറ്റബിൾ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഞെട്ടൽ വരും. ഓഫ് കോഴ്സ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു, ഞാൻ പറയട്ടെ, ഞാൻ ഒരു ബിസിനസ്സിനെ മോശമാക്കി പറയല്ല കേട്ടോ, നമ്മളൊരു ബിസിനസ്സിനെ ഡീഗ്രേഡ് ചെയ്യില്ല. നമ്മുടെ ഓപ്പർച്യൂണിറ്റി അല്ലേ സ്ക്രാപ്പ് ബിസിനസ്. സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ കളിയാക്കിയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മുടെ ഏതൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡോക്ടർ ഒക്കെ ക്ലയൻസ് ഇപ്പം എനിക്കുണ്ട്. ഇവരൊക്കെ ഒക്കെ കൂടുതൽ ഏൺ ചെയ്യുന്ന സ്ക്രാപ്പ് ഡീലർ എനിക്കുണ്ട്. സോ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും തോന്നും, ഞെട്ടൽ വരാറുണ്ട് ഇടയ്ക്ക്.
അതല്ല, ഇൻഫ്ലുവൻസേഴ്സിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന പാനിപ്പൂരിക്കാരെ വരെ കണ്ടിട്ടുണ്ട്. ഉടനെ തന്നെ ഒരു ബിസിനസ്. അല്ല, ഞാൻ പാനിപൂരിയിലേക്ക് ഫോക്കസ് ചെയ്യല്ലേ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഞാൻ പറയുന്നത് പറഞ്ഞത് അങ്ങനത്തെ അല്ല, ചെറിയ മനസ്സിലായി. അല്ല, അതെനിക്ക് ചെറിയ ഷോപ്സിൽ ഇപ്പം ബാംഗ്ലൂരൊക്കെ ചെറിയ ഒരു സിംഗിൾ ഡോർ പച്ചക്കറി കടയൊക്കെ ആയിരിക്കും, പക്ഷെ അത്യാവശ്യം നല്ല ടേൺ ഓവർ ഉള്ള പച്ചക്കറി കടകളായിരിക്കും. അപ്പൊ നമുക്ക് ഓപ്പർച്യൂണിറ്റി കറക്റ്റ് കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. ചായക്കടക്കാരനായാലും ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന് എല്ലാവർക്കും പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒട്ടും പൈസ ഉണ്ടാക്കാത്ത ഇൻഫ്ലുവൻസേഴ്സും കാണും ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ചായക്കടക്കാർക്ക് വലിയ വരുമാനം ഇല്ല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നവരും കാണും. ഇറ്റ് ഡിപ്പെൻസ്. ഞാൻ ചിരിക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതല്ലേ. ഞാൻ പറയുന്നത് ലേണിംഗ് കർവിൽ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ അപർണയ്ക്ക് ഇന്നറിയാം ഈ ഒരു ഫീൽഡിൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു ആർട്ടിനെ കുറിച്ച് അപർണയ്ക്ക് കിട്ടി. ഈ ലേണിംഗ് കർവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പല ഇൻഫ്ലുവൻസേഴ്സും ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ ആ കോവിഡിൻ്റെ ഒക്കെ ടൈമിൽ ആ ബൂം വന്ന ടൈമിൽ ഒരുപാട് പൈസ ഉണ്ടാക്കും. അപ്പോൾ അത് എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്രയും പൈസ അവരുടെ കയ്യിൽ വരുമ്പോൾ അത് വാങ്ങുക ഇത് വാങ്ങുക വീട് വെക്കും. പക്ഷെ പിന്നീട് ഗ്രാജുവലി ഇപ്പോൾ യൂട്യൂബിംഗ് ആണെങ്കിലും പഴയ ഒരു ഇൻകൊന്നും യൂട്യൂബ് ഇപ്പോൾ പേ ചെയ്യുന്നില്ല. പിന്നെ അവരുടെ മാർക്കറ്റും പോയി, കുറേ പേര് ഈ ഫീൽഡിലേക്ക് വന്നു. അപ്പോൾ അവിടെ അവർക്ക് മിസ് ഔട്ടായി പോയൊരു എലമെന്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലേണിംഗ് കർവ് അവർ ഇമ്പ്രൂവ് ചെയ്തില്ല. ഇനീഷ്യലി അത് കിട്ടി, പക്ഷെ അതിനെ എങ്ങനെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇതിനെങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാമെന്നവർ പഠിച്ചില്ല. അങ്ങനെ ബാക്കൗട്ട് ആകപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട് കുറേ പേര് ഇൻകം വൈസിൽ. ഇത് പണ്ട് മറ്റേ ആക്ടർ സിദ്ദിഖ് സാറില്ലേ, പുള്ളി എവിടെയോ ഏതൊരു ഇന്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കിനും കുറേ പൈസ കിട്ടും. അപ്പം പലരും ചെയ്യുന്ന മണ്ടത്തരം അതാ, കയറി വലിയ കാറ് വാങ്ങുക, ഭയങ്കരമായിട്ട് എന്താ പറയുക വീട് വെക്കുക. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ സിനിമ ഇല്ല, മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. വീടും കാറും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പ്രോപ്പർ പ്ലാനിങ് വേണം. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഓക്കെ, എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഒരു എന്താ പറയുക 5 lakh rupees ഒരു ട്രാൻസാക്ഷൻ എന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുക, എനിക്ക് നാളെ ഈ 5 എന്നുള്ളത് 10 ആക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമ്മുടെ ലേണിങ്ങിലൂടെ നമുക്ക് കിട്ടണം. എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോൾ എനിക്ക് ഇന്ന് കംപ്ലീറ്റ്ലി ഞാൻ ഇന്നൊരു ഫെയിലിയറായി പോവാണ്, എൻ്റെ കയ്യിലുള്ള എല്ലാം പോയി, കംപ്ലീറ്റ്ലി ബേസിലേക്ക് എത്തി, 0 ആയാലും എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് മൊത്തം നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ട് എനിക്കറിയാം നാളെ ഡേ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നാളെ തൊട്ട് എങ്ങനെ ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത് അറിയാവുകൊണ്ട് ടെൻഷൻ ഇല്ല. അതെല്ലാവർക്കും വേണം ബേസിക്കലി. അതില്ലാത്തവരാണ് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ബാക്കൗട്ട് ആയൊക്കെ പോകും. ഈ ടാക്സ് വെട്ടിക്കൽ, അതായത് ടാക്സ് ഇൻവേഷൻ അല്ലേ? ടാക്സ് ഇവേഷനും ടാക്സ് വെട്ടിക്കൽ കറക്റ്റ് അല്ലേ? അർത്ഥം കറക്റ്റ് അല്ലേ? ടാക്സ് പ്ലാനിങ്, അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറില്ലേ? അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് പ്ലാൻ ചെയ്യുമ്പോഴും ഒരു തരത്തിലുള്ള ഒരു വെട്ടിക്കൽ തന്നെയല്ലേ എന്ന്? കാരണം കുറേ എക്സ്പെൻസുകളൊക്കെ കാണിച്ചിട്ട്, അതിന് മേജർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേട്ടിട്ടുണ്ട് വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ അത്യാവശ്യം നല്ല ഇൻകം ഉള്ളവരൊക്കെ ഈ കാറ് വാങ്ങിക്കുമ്പോഴൊക്കെ ലോൺ എടുത്തിട്ട് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, ഇവരെന്തിന് ലോൺ എടുക്കുന്നത്? ഇവർ നല്ല ആ സിനിമയ്ക്ക് ഇത്ര കോടി പൈസ കിട്ടിയില്ലേ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ടാക്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയില്ല, ആണെങ്കിലും അവരുടെ കാര്യമാണ്. എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, ആദ്യം പറഞ്ഞു ചോദിച്ചു ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് പ്ലാനിങ്, ഇത് ശരിക്കും എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? ശരിക്കും ടാക്സ് പ്ലാനിങ് ഒരു ടാക്സ് വെട്ടിക്കലല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ GST പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കാം. GST ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു മാസം 10 lakhs ആണ് സെയിൽസ് എന്ന് വിചാരിക്കും. 10 lakhsൻ്റെ മുകളിൽ 18% ടാക്സ് അടയ്ക്കേണ്ട ഒരു വ്യക്തി. ഈ വ്യക്തിക്ക് 10 lakhൻ്റെ മുകളിൽ 18% എന്ന് പറയുമ്പോൾ ഏകദേശം 1,80,000 ടാക്സ് വരും. 1,80,000 ടാക്സ് ആയിട്ട് കൊടുക്കണം. ശരിക്കും നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വരുന്ന കസ്റ്റമർ ആരാണോ അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് തന്നാൽ മതി എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം ബിസിനസ്സിൽ അത് നടക്കില്ല. കാര്യം ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരിക്കും, അതിനേക്കാൾ കൂടുതൽ മേടിക്കാൻ പറ്റാത്ത പല ബിസിനസ്സുകളും ഉണ്ടാവുകൊണ്ട് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ ടാക്സ് ഉള്ള പോലെ കണക്കാക്കേണ്ടി വരികയാണ്, ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഈ 1,80,000 ടാക്സ് അടയ്ക്കാൻ ബുദ്ധിമുട്ട് മനസ്സിൽ ഭയങ്കരമായിട്ട് വരും. കാര്യം നമ്മുടെയൊക്കെ ഹാർഡ് ഏൺഡ് മണി ആകുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ 10 lakh എന്നുള്ളത് കാണിക്കാതെ അതിന് പകരം ഒരു 6 lakh 5 lakh കാണിക്കും. ഇതൊക്കെ ഈ എന്താ പറയുക, നമ്മൾ സെൽഫായിട്ട് എന്ത് വാല്യൂ കൊടുക്കുന്നോ അത് പോർട്ടൽ അക്സെപ്റ്റ് ചെയ്യും. അതിന് ശേഷമുള്ള ഇൻവെസ്റ്റിഗേഷനിലും അതിന് ശേഷമുള്ള ഓഡിറ്റിലും കാര്യങ്ങളിലൊക്കെയാണ് ഇത് ശരിയാണോ എന്നൊക്കെ കാണുക. പക്ഷെ അത് തന്നെ ഇപ്പോൾ നമുക്ക് 10 lakh 5 lakh ആക്കി എല്ലാ കേസും കണ്ടുപിടിക്കാനുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഒന്നും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിലും ഇല്ല.
ഇങ്ങനെ ടാക്സ് 10 ലാഖിനെ 5 ലാഖ് സെയിൽസ് ആക്കുമ്പോൾ എന്ത് സംഭവിച്ചു? 1,80,000 അടയ്ക്കുന്നതിന് പകരം 90,000 അവിടെ അയാൾ അടയ്ക്കുന്നുള്ളൂ. ഇത് ലിറ്ററലി ടാക്സ് ഇവേഷനാണ്. കാര്യം എന്താ? വാല്യൂ സപ്രസ് ചെയ്ത് കാണിച്ചുകൊണ്ട് ടാക്സ് കുറയ്ക്കുന്നതാണ്. ഇതിനധികം ലൈഫില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് ലോങ് റണ്ണിൽ എന്തെങ്കിലും ഒരു ദിവസം ഇയാളുടെ പോർട്ട്ഫോളിയോ ഒരു ഓഫീസർ എടുത്ത് നോക്കണ പോയിന്റ് വരെയാണ് ഇതിന് ലൈഫുള്ളൂ. അന്ന് ഈ സേവ് ചെയ്ത എമൗണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ്, അതിൻ്റെ പെനാൽറ്റി എല്ലാം അടക്കം ഇരട്ടി പോരാ, അതിലും കൂടുതൽ വരും. ഇതാണ് ടാക്സ് ഇവേഷൻ. ഇതേ സാഹചര്യത്തിൽ ഇതേ സെയിൽസ് ചെയ്യുന്ന വ്യക്തി, ഇതേ വ്യക്തിക്ക് 10 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ട്. പക്ഷെ നമ്മൾ നിയമത്തിൽ തന്നെ എക്സെംഷൻസ്, ബെനിഫിറ്റുകൾ, ക്ലെയിമുകൾ, അല്ലെങ്കിൽ നിയമത്തിലുള്ള ഈ പറയുന്ന പോലെ ഒളിഞ്ഞു കിടക്കുന്ന ചില ഫാക്ടേഴ്സ്, കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേ കേസിൽ ഈ വ്യക്തിക്ക് 10 ലാഖിൻ്റെ മുകളിൽ 18% എന്നുള്ളത് 0 ആക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതിന് ചിലപ്പോൾ മാറ്റം വരുത്തുന്നുണ്ട്. ചിലപ്പോൾ അയാൾ ഇൻവോയ്സിങ് ചെയ്യുന്ന രീതിയിലൊരു ചേഞ്ച്, ചിലപ്പോൾ അയാളുടെ പേയ്മെൻറ്റ് റിസീപ്റ്റിൻ്റെ രീതിയിലൊരു ചേഞ്ച്, അതായത് ഈ പറയുന്ന പോലെ അഗ്രിമെൻറ്റിലൊരു ചേഞ്ച്, ഇതൊക്കെ ചിലപ്പോൾ വേണ്ടി വരുള്ളൂ. ഇത് വരുമ്പോഴേക്ക് തന്നെ ഈ ടാക്സ് ചിലപ്പോൾ 18% എന്നുള്ളത് 0ലേക്ക് എത്തിക്കാൻ പറ്റും. ഇത് ടാക്സ് പ്ലാനിങ് ആണ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ലീഗലി ടാക്സ് അടയ്ക്കാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് വ്യക്തി. അത് ലോങ് റണ്ണിൽ സേഫാണ്. കാര്യം ആരും വന്ന് കുത്തിനെ പിടിച്ച് ചോദിക്കാൻ പോകുന്നില്ല നിങ്ങൾ എന്താ ടാക്സ് അടച്ചില്ല. മറ്റേതൊരു പോയിന്റിൽ പിടിക്കപ്പെടുക, ചിലപ്പോൾ പെടാം, ചിലപ്പോൾ പെടാതെ ഓടാം, ഭാഗ്യം കൊണ്ട്. പക്ഷെ ഒരു 50-50 പറയുന്നത് ആ ടെൻഷൻ വെച്ച് ജീവിക്കേണ്ടേ. ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നതല്ല, കംപ്ലീറ്റ്ലി നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാനതിന് ഇപ്പം എന്നെ ഇത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നതിനൊക്കെ ആൾക്കാർ ഈ പറയുന്ന പോലെ ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ആൾക്കാർ, ഓഫ് കോഴ്സ് ഇതിനെയും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഇത് രാജ്യത്തിനെതിരാണ്, രാജ്യത്തിനെതിരാണ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയണത്. ഞാൻ പറയാറുള്ളൊരു കാര്യം, ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്നൊരു വ്യക്തി, പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ആ വ്യക്തിനെ നമ്മൾ അറഞ്ചം പുറഞ്ചം തെറി വിളിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെയൊക്കെ എത്തിക്സിനെതിരായ പല കേസുകളും മറ്റേ പുള്ളിക്കാരി സൈനൈഡിന്റെ പുള്ളിക്കാരനല്ലായിരുന്നോ? സൈനൈഡിന്റെ ഒരു പേരെന്താ? ജോളിക്കും പുള്ളിക്കാരനല്ലേ വക്കീലായിട്ട് ഒരുപാട് കേസുകളിൽ. അപ്പൊ നമ്മള് ഇതിനൊക്കെ ശരിക്ക് തെറി വിളിക്കുക ആരെയാണ്? ആളൂരിനെയാണ്. അയാൾ എന്തിനിത് ചെയ്തു, ആളിത് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ ആളൂരിനെ നന്നാക്കി പറയില്ല, ശരിക്ക് തെറി വിളിക്കേണ്ടത് ആളൂരിനെയല്ല. ആളൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താ ചെയ്യണം? നിയമം അവരെ രക്ഷിക്കാൻ ശ്രമിക്കും. നിയമത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവരെ രക്ഷിച്ചു എന്നുള്ളതാണ് ഇത് ചെയ്ത്. ശരിക്കും തെറി വിളിക്കേണ്ടത് ഈ നിയമം എഴുതിയ ആൾക്കാരെ, ലോ മേക്കേഴ്സിനാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഹൈ പ്രൊഫൈൽ ആൾക്കാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ ഫ്ലെക്സിബിളായ രീതിയിൽ നിയമം എഴുതിയ ആൾക്കാരെയാണ് ശരിക്കും നമ്മൾ തെറി വിളിക്കേണ്ടത്. കാര്യം അവർ സ്ട്രോങ് ആയിട്ട് ലോ എഴുതിയിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലൂപ്പിലൂടെ ഇയാൾ ഇവരൊന്നും സേവ് ചെയ്യില്ല. അപ്പോൾ ഈ ഞാനടക്കം എല്ലാവരും ഇയാളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും കുറ്റപ്പെടുത്തേണ്ട ആളല്ല നിയമം എഴുതിയ ആൾക്കാർ. ഇതേപോലെ തന്നെ ടാക്സ് ലോസിലേക്ക് വരുമ്പോഴും നമ്മളിപ്പോൾ ചില നിയമങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് എഴുതിയത് അംബാനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് എഴുതിയത് അദാനിക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് എവിഡൻ്റ്ലി മനസ്സിലാവും. അപ്പോൾ അതെന്താണ്? അത് ആ ലോ മേക്കറുടെ ഒരു ഫെയിലിയറാണ്. ലോ മേക്കർ ഈ എന്താ പറയുക, ഇത്രയും ലൂപ്പുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഗ്യാപ്പുകൾ വിട്ടിട്ടുള്ള ലോ എഴുതുന്ന ലോ മേക്കേഴ്സ് ഉള്ള കൺട്രിയിൽ സത്യം പറഞ്ഞാൽ അത് അദാനി അംബാനി മാത്രം യൂസ് ചെയ്താൽ പോരാ, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് യൂസ് ചെയ്യണം. അതാണ് ടാക്സ് പ്ലാൻ. മനസ്സിലായി. ഈ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ എവിടെ വായിച്ചിട്ടുള്ളതാണ്, മറ്റേ KL രാഹുലും ആത്യ ഷെട്ടിയും കല്യാണം കഴിച്ച സമയത്ത് അവർക്ക് ഒരുപാട് ഭയങ്കര എക്സ്പെൻസീവ് വെഡ്ഡിങ് ആണല്ലോ ഇവരൊക്കെ ചെയ്യുന്നത്, അത്യാവശ്യം നല്ല ഇതായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ സമയത്ത് ഇവർക്ക് ഗിഫ്റ്റായിട്ട് ഒരുപാട് ഡയമണ്ട്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇതൊക്കെ ഗിഫ്റ്റ് ആയതുകൊണ്ട് ആ കാറ്റഗറിയിൽ ഇവർക്ക് ആ ടൈമിൽ പേ ചെയ്യേണ്ടി വന്ന ടാക്സിൻ്റെ എമൗണ്ട് ഈസ് വെരി ലെസ്. ഉണ്ട്. പക്ഷേ അതേസമയം ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസക്ക് മനുഷ്യന്മാര് ഇവര് അടയ്ക്കുന്ന അത്രയും തന്നെ ടാക്സ് അടയ്ക്കുന്നത്. ദാറ്റ് ഈസ് വെരി, അതാണ് ആ ഗ്യാപ്പുകൾ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സീരിയസ്ലി പറയണ ചില നിയമങ്ങൾ വായിക്കുമ്പോൾ പറയാം ഇത് ആർക്ക് വേണ്ടിയിട്ട് എഴുതിയതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ലിറ്ററലി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, എല്ലാവരിലേക്കും എത്തിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നു. ഞാൻ പറയുന്നത് ചെയ്യും വേണം. അതൊരിക്കലും രാജ്യദ്രോഹമല്ല.
സത്യം. ഒരു കൂട്ടം ആൾക്കാർ മാത്രം യൂസ് ചെയ്താൽ പോരല്ലോ. ഓല അങ്ങനെ ഒരു എക്സംഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും യൂസ് ചെയ്യണം. ലീഗലായിട്ടാണല്ലോ ചെയ്യുന്നത്, അവർ എഴുതി വെച്ചിരിക്കുന്നത് തന്നെയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഇപ്പം ടാക്സ് അടയ്ക്കേണ്ടവർ ഒരു കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ഒരു CA ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പോടുകൂടി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങനെ തന്നെ ചെയ്യണോ, അതോ സ്വന്തമായിട്ട് ചെയ്താലും മതി? നിർബന്ധമില്ല. ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ യൂട്യൂബിലും എല്ലാറ്റിലും അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോൾ പറഞ്ഞ ഒരു ഇയറിൽ ഒരു 10 ലക്ഷം ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷത്തിൻ്റെ മുകളിൽ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും. 10 ലാഖിൽ ഇപ്പോൾ എങ്ങനെയാണ് GST പേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പേ ചെയ്യേണ്ട പ്രോസസ്സ് A to Z അവൈലബിൾ ആണ് യൂട്യൂബിൽ. പക്ഷേ എവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ആ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾക്കും അല്ലെങ്കിൽ ഈവൻ ഗൂഗിളിനും ആൻസർ ചെയ്യാൻ പറ്റാത്ത ഓഫ് കോഴ്സ് കുറേ കാര്യങ്ങളുണ്ട്. കാര്യം ഗൂഗിളിൽ എങ്ങനെയാണ് ഡാറ്റ വരുന്നത്, നമ്മളൊക്കെ അടിച്ചു കൊടുത്തിട്ടുള്ള ഡാറ്റകളാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ അപ്പറിന സിംഗിൾ ഷോട്ടിൽ 10 ലാഖിൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കും. പക്ഷെ മേ ബി അപ്പറിനയ്ക്ക് 5 ലാഖിൻ്റെ മുകളിൽ ടാക്സ് അടച്ചാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ 4 ലാഖിൻ്റെ മുകളിൽ ടാക്സ് അടച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഓഫ് കോഴ്സ് ഒരു എക്സ്പേർട്ടിനെ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു സിംഗിൾ ആൻസർ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് പറ്റണം. അതാണ് ഇനിയും ഗവൺമെൻറ്റിൻ്റെ എല്ലാവരുടെയും ഇൻറ്റൻഷൻ. പക്ഷേ ഡീപ്പായിട്ട് അതിൽ ടാക്സ് സേവിങ്ങിലേക്കും അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പെനാൽറ്റി നോട്ടീസ് വരാത്ത എറേഴ്സ് ഒന്നും ഇല്ലാണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായം വേണം, അത്രേ ഉള്ളൂ. ഈ ലാസ്റ്റ് 2023 ഭയങ്കരമായിട്ടൊരു ഹെഡ്ലൈൻ ആയ ന്യൂസാണ് 10 യൂട്യൂബേഴ്സിൻ്റെ വീട്ടിൽ പെട്ടെന്ന് ചടപ്പടയെന്ന് കുറേ ടാക്സ് റെയ്ഡ് വന്നതെന്നൊക്കെ. എന്തുകൊണ്ടായിരിക്കുക? ഞാൻ എപ്പോഴും ചിന്തിച്ച് ഈ 10 പേരെ തന്നെ സെലക്ട് ചെയ്ത്, എന്തായാലും 10 പേരും നന്നായിട്ട് ടോപ്പായിട്ട് നിൽക്കുന്ന 10 പേരായിരുന്നു. അതുകൊണ്ട് ഒന്ന്. പക്ഷെ എന്നാൽ ഈ രാവിലെ സുപ്രഭാതത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഇവർ പെട്ടെന്ന് ഇന്ന് നമുക്ക് യൂട്യൂബേഴ്സ് അങ്ങനെ തീരുമാനിച്ച് പോയതാണ്. അങ്ങനെ ഇരിക്കും ഇതെന്തെങ്കിലും അറിയുമോ? ഇതിൽ പറയാനുള്ള കാര്യം, അതിലൊരാൾ എൻ്റെ ക്ലൈൻ്റ് ആയിരുന്നു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അതിലൊരാൾ എൻ്റെ ക്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ റെയ്ഡിൽ ഞാനും പാർട്ടായിരുന്നു. ഓഫീസേഴ്സ് വന്ന റെയ്ഡിൽ ഇനീഷ്യൽ ടൈം തൊട്ടിട്ടല്ല, എന്നെ അറിയിച്ച പോയിന്റ് തൊട്ട് ഞാനും അതിൽ പാർട്ടായിരുന്നു. ഏകദേശം രാത്രി ഒരു 12 മണി വരെയൊക്കെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടായിരുന്നു ആ റെയ്ഡിൻ്റെ റീസൺ ഓഫ് കോഴ്സ് ഇതാണ്. ഈ പറയുന്ന പോലെ ആ 10 യൂട്യൂബേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തൊരു റെയ്ഡ് അല്ല അത്. അവിടുന്ന് കണക്റ്റഡ് ആയിട്ട് കുറേ ആൾക്കാരിലേക്ക് എത്തിയ ഒരു കാര്യമായിരുന്നു. അതായത് എവിഡൻ്റ്ലി ഒരാളിൽ നിന്ന് തന്നെ 8-10 യൂട്യൂബേഴ്സിലേക്ക് അത് സ്പ്രെഡായിട്ടുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ 10 ആളെ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ റീസൺ, അതിലൊരു ആ ലിസ്റ്റിലൊരു 3-4 ആൾക്കാർ ഓൾ ഓഫ് എ സഡൻ ഒരു ഹൈ വാല്യൂ അസറ്റ്, അത്യാവശ്യം ഹൈ വാല്യൂ അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോഴാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് ഓണായത്. അതായത് ഇത്രയും വലിയ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് ഈ ഫീൽഡിൽ എന്നുള്ള രീതിയിൽ വന്നത്. ഈ റീസെൻ്റ്ലി അബൈ പോസ്റ്റ് ചെയ്തൊരു റീലിലുണ്ടായിരുന്നു, നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. അതൊരു കണക്കിന് പ്രൈവസി ഇൻവേഷൻ അല്ലേ? പ്രൈവസി ഇൻവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ. അല്ലേ, കാരണം നമുക്ക് പേഴ്സണൽ അല്ലേ, നമ്മളുടെ ഒരു ഇൻകം ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടാൻ ഒരു വകുപ്പുമില്ല. കാര്യം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇവർക്ക് ആക്സസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് ചിന്ത വന്നപ്പോൾ പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റ്സ് നടത്തുന്ന ട്രാൻസാക്ഷൻ എല്ലാം ജനങ്ങൾക്ക് നോക്കാനുള്ള അവകാശം കൊടുക്കണ്ടേ? അവകാശം തീർച്ചയായും വേണം. അവകാശം വേണം എന്നുമാണ്, അവകാശം ഉണ്ട് എന്നാണ് അവർ ക്ലെയിം ചെയ്യപ്പെടുന്നത് ഈ RTI ത്രൂ ഒക്കെ. പക്ഷേ ഓഫ് കോഴ്സ് അതൊന്നും ഇല്ല, എല്ലാം ഒന്നും ഇപ്പം നമ്മൾ അറിയുന്നില്ല. അതന്നെയാണല്ലോ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒക്കെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഒരു സുതാര്യമാവണ്ടേ, ഇങ്ങോട്ടും സുതാര്യമാവണം. ഓഫ് കോഴ്സ് സുതാര്യമാവണം. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇവർക്ക് ആക്സസ് ഉണ്ട്, നമ്മുടെ എല്ലാ കാര്യത്തിലേക്ക് ആക്സസ്. ഇപ്പോൾ മോദിജിയുടെ മെസ്സേജ് ഒക്കെ വന്നില്ലേ വാട്സപ്പിൽ? എനിക്കൊക്കെ വന്നിരുന്നു ഇലക്ഷൻ്റെ മുന്നേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇലക്ഷൻ്റെ മുന്നേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം അതൊക്കെ കോൺട്രവേഴ്സി ആയിരുന്നല്ലോ. എല്ലാറ്റിലേക്കും ഇവർക്ക് ആക്സസ് ഉണ്ട്. പക്ഷെ അതൊരു പ്രൈവസി ബ്രീച്ച് ആണോ എന്ന് തോന്നിയ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്താ വെച്ചാൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന് ചെയ്യാമെന്നുള്ള കാര്യം അപ്പറിന് ചോദിച്ച പോലെ തിരിച്ചും വേണം. അതെ, തിരിച്ചും. കാരണം ഇപ്പം നമ്മുടെ എല്ലാം അറിയുന്നത് എന്തിനാ? ഇവർക്ക് ടാക്സ് പ്രോപ്പറായിട്ട് പേ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ടാക്സിന്റെ പൈസ എടുത്ത് ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയണം. അത് അറിയണം, അതുണ്ട്, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് പുറത്തേക്കുള്ള ഇമേജെങ്കിലും ഫുള്ളൊന്നും നമുക്ക് അല്ല. സിസ്റ്റം RTI തന്നെയാണ് സിസ്റ്റം. RTI ത്രൂ ഒക്കെ നമ്മൾ ചോദിച്ചാൽ അതിൻ്റെ ഡാറ്റ കൃത്യമായിട്ട് പുറത്ത് വിടണം, റൈറ്റ് ടു ഇൻഫർമേഷൻ വേണം എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പല കാര്യങ്ങളൊന്നും ഓൺ ദി ടേബിൾ അല്ലല്ലോ നടക്കുന്നത്. എന്നിട്ടും ഭയങ്കര ആളുകൾ കൺഫ്യൂസ്ഡ്. ആളുകൾക്ക് വ്യക്തമായിട്ടുള്ളൊരു
പിക്ചർ കിട്ടാത്തത് ഇതൊരു മര്യാദക്കുള്ളൊരു സിസ്റ്റം പുറത്തേക്ക് കൊണ്ടുവരാത്തതുകൊണ്ടല്ലേ. ഇപ്പം ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി തുടങ്ങാം. ഇപ്പം ഞാനും അപ്പറിനെ വിചാരിക്കുകയാണ് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടി തുടങ്ങാം. ഇലക്ഷന് നമ്മൾ നിൽക്കണം എന്നൊരു ആവശ്യമില്ല. സോ ഈവൻ ഞാനിപ്പോൾ ഈ ഫീൽഡിലേക്ക് കടന്നതിന് ശേഷമാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടാക്കുന്നത് വരെ ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. സിംപ്ലി ഉണ്ടാക്കിയിടുന്നവർ. ചിലപ്പോൾ ABC എന്നൊക്കെ ആയിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ പേര്. അതിലൂടെ ടാക്സ് ഇവേഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടുന്ന ഫണ്ട് എവിടെ നിന്നാണ്, അത് എന്തിന് യൂസ് ചെയ്തു എന്നൊക്കെയുള്ള ഡിസ്ക്ലോഷേഴ്സ് അത്ര സ്ട്രിഞ്ചൻറ്റ് ലോ അല്ല, കുറേ ഫ്ലെക്സിബിളാണ്. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ ട്രസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർ, അതിൻ്റെയൊക്കെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ചിന്തിക്കാൻ തുടങ്ങിയാൽ വേണ്ട, ഞാൻ ഇതാ ചിന്തിക്കാത്തത്. വേണ്ട അല്ല, ഡെമോക്രസി സത്യം പറഞ്ഞാൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ, പണ്ട് നമ്മൾ ഹിസ്റ്ററിയിലും എന്താ ജിയോഗ്രഫി അങ്ങനെ കുറച്ച് പോർഷനിലല്ലേ നമ്മളിതൊക്കെ പഠിക്കുന്നത്. ആ സബ്ജക്റ്റ് ആണല്ലോ, ആ പീരീഡിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. എന്നിട്ട് ഇതിൽ നമ്മൾ അഡൾട്ട്ഹുഡിലേക്ക് കയറി വന്നപ്പോൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിളൊക്കെ എവിടെ നമ്മൾ കിടന്നു. റിയാലിറ്റിയിൽ വളരെ കുറവാണ്. കാരണം ഇപ്പൊ അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും കേട്ടോ, ആര് വന്നിട്ടും കാര്യമില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ആര് വന്നാലും ഡെമോക്രസി ഒരു പരിധി വരെ കുറഞ്ഞു പോയി. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു, എവിടേക്കോ പോയി. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഫോക്കസ് കുറേം കൂടി ഒരു ബിസിനസ് എന്നുള്ളൊരു രീതിയിലേക്ക് എല്ലാം മാറി തുടങ്ങി. എല്ലാ ഫീൽഡും മാറി തുടങ്ങി. കാരണം ഏറ്റവും ടോപ്പ് 3 നിൽക്കുന്ന ബിസിനസ്സുകൾ 3 സർവീസ് സെക്ടേഴ്സ് ആണ്. ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ, അതേപോലെ ഹെൽത്ത്. ഇതൊക്കെ സർവീസ് സെക്ടേഴ്സ് ആണ്. പക്ഷെ ഇതാണ് ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ്സായിട്ട് ഇപ്പോൾ മാറുന്നത്. അപ്പൊ തന്നെ അതിൻ്റെ ഒരു ഇത്. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം ഞാനും നിങ്ങളാണെങ്കിലും നമുക്കും വേണ്ടത് ഇതൊക്കെ തന്നെ. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഓടുന്നത് ഇതിൻ്റെ പിന്നാലെയാണ്. ഈ ടാക്സും GST തമ്മിലുള്ള ശരിക്കുള്ള വ്യത്യാസം എന്താ? ഇൻകം ടാക്സും GST. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ആ പറഞ്ഞൊരു ബിസിനസ് ചെയ്യണം. എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ ഇഷ്ടം? ഇതല്ലാണ്ട് ക്ലോത്തിങ് ബിസിനസ് ചെയ്യണം. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വിൽക്കുന്ന ഒരു ഷോപ്പ്. അവിടെ ഒരു കൊല്ലത്തിൽ പറഞ്ഞൊരു 1000 സാരി വിറ്റു എന്ന് വിചാരിക്കാം. 1000 സാരി വിറ്റിട്ട് എങ്ങനെ പോയാലും ഒരു 10 lakh ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. 10 lakh ടോട്ടൽ ടേൺ ഓവർ. ഇത് 1000 സാരി മേടിക്കാൻ വന്നവർ പേ ചെയ്ത ടോട്ടൽ എമൗണ്ട് 10 lakh. ഈ 10 lakh മുകളിലാണ് ശരിക്കും GST അടയ്ക്കേണ്ടത്. ഈ 10 lakh മുകളിലാണ് GST പേ ചെയ്യേണ്ടത്. കാരണം അതൊരു ഇൻഡയറക്റ്റ് ടാക്സേഷനാണ്. ഈ 10 lakh മുകളിലും ശരിക്കും അപ്പറിനല്ല അടയ്ക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനാണ് സാരി മേടിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അപ്പറിന ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു. അതുകൊണ്ടാണ് അതിന് ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് GST. ഇതേ കേസിൽ ആ 10 ലക്ഷം രൂപയുടെ സാരിയൊക്കെ വിറ്റിട്ട് കോസ്റ്റ് കട്ട് ചെയ്ത്, എംപ്ലോയീസിൻ്റെ സാലറി കട്ട് ചെയ്ത്, ഇലക്ട്രിസിറ്റി ബില്ല് കട്ട് ചെയ്ത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്പറിനയ്ക്ക് മിച്ചം വരുന്നൊരു എമൗണ്ട് ഉണ്ടല്ലോ, പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം, ലാഭം, ആ ബിസിനസ്സിലൂടെയുള്ള ലാഭം, അതിൻ്റെ മുകളിലാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്. അത് നിങ്ങളുടെ ലയബിലിറ്റിയാണ്. സോ രണ്ടും ശരിക്ക് GST എന്ന് പറയുന്നത് നിങ്ങളുടെ ലയബിലിറ്റി അല്ല. GSTയിൽ നിങ്ങൾക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇൻകം ടാക്സിനെ നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കും, GSTനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പം നെയിൽ സലൂണിൽ പോയാലും സലൂൺസിലൊക്കെ പോയാലും എവിടെ പോയാലും എന്തൊരു വിഷമം വരും. കാരണം വിഷമം ഞാൻ പറയട്ടെ, പണ്ട് ഇതുണ്ടായിരുന്നു. പണ്ട് ഈ പേരിലായി ഇൻക്ലൂഡഡും മാത്രമല്ല, ഈ പേര് വന്നതിന് ശേഷമാണ് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആയി തുടങ്ങിയത്. അല്ലാണ്ട് ഇത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇതിൽ സങ്കടം പറയുന്നതും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ശരിക്കും ബിസിനസ്സുകാരല്ല ഇതിൽ കുറ്റം പറയുന്നത്, കസ്റ്റമേഴ്സാണ് പറയുന്നത്. കാര്യം നമ്മുടെ ഹെഡേക്ക് ആണത്. കാരണം ഞാൻ ഈയിടെ നെയിൽ സലൂണിൽ പോയപ്പോൾ അവിടെ നെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് 800 ആണ് എന്ന് വെക്കുക. പക്ഷേ GSTയും കൂടെ വന്നപ്പോൾ അത് 1000 മുകളിൽ പോയി. അപ്പോൾ ഞാൻ വാട്ട് ഈസ് ദിസ് അങ്ങനെയുള്ളൊരു കാരണം നമ്മൾ ഒരു നേരെ മറിച്ച് വേറൊരു കാര്യമുണ്ട്. അതേ കടയിൽ അവർ ആദ്യം 1000 റുപ്പീസ് പറഞ്ഞിരുന്നു, പ്രശ്നമൊന്നുമില്ല, സമാധാനമുണ്ട്. ഇതിന് ഇതാണ് അപ്പം 1000 എങ്കിൽ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ഓപ്ഷനെങ്കിലും ഉണ്ട്. ഇത് നമ്മൾ 800 ആണെന്ന് ചിന്തിച്ചിട്ട് പോകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു പ്രശ്നം വരും. കാരണം നമ്മളുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന ചിന്തിക്കുന്ന 800 ഓക്കെ റീസണബിൾ അല്ല, അല്ലെങ്കിൽ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെങ്കിൽ നമ്മൾ മനസ്സ് തയ്യാറെടുത്താണല്ലോ പോകുന്നത്. പക്ഷെ ഇത് അവിടെ
അവിടെ ചെന്ന് കഴിയുമ്പോൾ GST ഇത്രയും കൂടി ശരി, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ ഞാൻ എവിടെയോ കുറച്ചൊക്കെ കഴിഞ്ഞാൽ അപ്പറിനെ മേടിച്ചു തുടങ്ങേണ്ടി വരും GST. ഞാൻ വാങ്ങിക്കും, കിട്ടുവാണ് മേടിക്കേണ്ടി വരും. ഇപ്പോൾ ഒരാൾ കൊലാബറേഷന് വിളിക്കുമ്പോൾ നാളെ പറഞ്ഞ പറയണം ഓക്കെ കൊലാബറേഷൻ ചെയ്യാൻ 1 lakh rupees പേയ്മെന്റ് എന്ന് പറയുമ്പോൾ 1 lakhന്റെ കൂടെ GST മേടിക്കണം. അങ്ങനെ ഒരു കാലം വരട്ടെ, പെട്ടെന്ന് തന്നെ വരട്ടെ. എന്നിട്ട് എന്നെ തന്നെ കാണാൻ വരണം. നാളെങ്കിൽ നാളെ. അയ്യോ, ഞാൻ വേറെന്തോ ഓർത്താണ്. എന്നെ ഭയങ്കര ഒരു ചിലപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും, പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ, കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ബ്രാൻഡ്സ് ഒക്കെ ഇച്ചിരി വലിയ അങ്ങനെയാണെങ്കിൽ അത് ടാക്സ് ഇവേഷനാണ്. ഞാൻ എന്റെ പൈസ ഇല്ല, എനിക്ക് കടമുണ്ട്, കടമില്ലാത്ത ആളില്ല. അംബാനിക്ക് വരെ അംബാനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ ലോണുണ്ട് ബാലൻസ് ഷീറ്റിൽ. അതല്ലേ പറയാം, നേരത്തെ പറഞ്ഞ പരിപാടി. ടാക്സ് വെട്ടിക്കാനുള്ള പരിപാടി തന്നെ ഈ ലോണൊക്കെ. അംബാനിക്ക് ലോൺ, പിന്നെ കല്യാണം ജൂലൈ കിടക്കുന്നതിന് മറ്റേ എപ്പോഴോ മറ്റേ പ്രീ വെഡിങ് എല്ലാം കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് എന്തോ പ്രീ വെഡിങ് പാർട്ടിയാന്ന്. മനുഷ്യ കല്യാണം നടത്താനായിട്ട് എവിടുന്നേലും കടം വാങ്ങിച്ച് പൈസ വാങ്ങിക്കുന്നവരൊക്കെ കഷ്ടമുണ്ട്. പക്ഷെ അല്ല അങ്ങനെയൊക്കെ നടക്കണം. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു മോട്ടിവേഷൻ അല്ലേ? അല്ല സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടുകൊണ്ടാണ് നമുക്കും ഒരു അർജ് പണം ഉണ്ടാക്കാൻ അല്ലേ. നമ്മളിതൊക്കെ കുറ്റം പറയുമെങ്കിലും ഇപ്പം അപ്പറിന് ആങ്കറിങ് ഫീൽഡിലുണ്ട് അല്ലെങ്കിൽ ഈ ഫീൽഡിലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പറിനൊക്കെ ഒരു ഐഡിയലുണ്ട്, ഒരാൾ മനസ്സിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ മനസ്സിലുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലുണ്ട്. അതിലേക്ക് എത്താനുള്ള അർജ് അല്ലെങ്കിൽ അതുപോലെയൊക്കെ ജീവിക്കാനുള്ള അർജ് തന്നെയാണ് നമ്മളൊക്കെ. അപ്പോൾ അവരങ്ങനെ നടത്തണമെന്നുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞത്. അത് മോട്ടിവേഷനായിട്ട് പലരും എടുക്കും. അല്ല, അവർക്ക് പൈസ ഉണ്ട്, ഞാൻ അത്ര ചിന്തിക്കുന്നുള്ളൂ. അവർക്ക് പൈസ ഉണ്ട്, അവർ ചെയ്യട്ടെ. പക്ഷെ പൈസ ഇല്ലാത്തവർ അത് കണ്ട് തുള്ളരുത്. അത് അവിടെയാണ് നടക്കേണ്ട ആവശ്യമില്ല. എന്തല്ല ഇപ്പൊ രജിസ്റ്റർ മാരേജ് ആണ് ഏറ്റവും ബേസിക് ഒരു കല്യാണം നടത്താനുള്ള ബെസ്റ്റ്. അടുത്ത കുറച്ച് ആൾക്കാർ, കുറച്ച് റിലേറ്റീവ്സ്, കുറച്ച് ഫ്രണ്ട്സ് എവിടെയെങ്കിലും റൂം എടുത്ത് 2 ദിവസമൊക്കെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ളവർ മാത്രം. അല്ല, അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അതെ, നമുക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് പൈസ ഉണ്ട്, ചെയ്യാനൊരു കുഴപ്പമില്ലെങ്കിൽ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. പക്ഷെ ഞാൻ പറഞ്ഞത് അവരത്രയും ആർഭാടത്തിൽ നടത്തി എങ്കിൽ പിന്നെ ഞാനിവിടെ നടത്താം, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം വരവറിഞ്ഞ ചെലവ് എന്നുള്ളൊരു സംഭവമല്ലോ. ഇനി നമുക്ക് അവയുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലേക്ക്. അല്ല, അവിടെയും ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ഈ പറയുന്ന പോലെ അംബാനി അദാനിയൊക്കെ സേവ് ചെയ്ത ടാക്സുകൾ തന്നെയാണ് ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. അല്ല, അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവര് ഇത്രയും കോടികൾ ടാക്സ് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അല്ല, അവര് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ വെറുതെ ഈസി ആയിട്ട് ആർക്കും കിട്ടില്ല. ഇപ്പൊ നമ്മൾ തന്നെ നമുക്ക് തന്നെ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പാടറിയാം. അപ്പൊ ഇത്രയും കോടികളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വട്ടി പണിയെടുത്താൽ തന്നെ പറ്റും. ഇപ്പൊ എന്തോ തലമുറകളായിട്ട് വന്ന പൈസ എന്നൊക്കെ പറയുന്നത് അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് പുള്ളിയുടെ കഴിവാ. ഇതിപ്പോ പുള്ളിക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഞാൻ പറയട്ടെ, ഞാനിപ്പോ വളരെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ടാക്സ് കൺസൾട്ടൻസി ഉണ്ട്, പഠിപ്പിക്കലുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്ക് നമുക്ക് ഭയങ്കര സഫോക്കേഷൻ ഫീൽ ചെയ്യും കുറേ കാര്യങ്ങളായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആങ്കറിങ്, ഇന്റർവ്യൂ, കൊലാബറേഷൻ ഇതെല്ലാം കൂടി വന്ന ചെറിയൊരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യും. ഓഫ് കോഴ്സ് അല്ലേ, നമുക്ക് എന്നൊന്നല്ല ഞാൻ പറയുന്നത്, ഇടയ്ക്ക്. അല്ല, എനിക്ക് ജോലി ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഭയങ്കര നന്നായിട്ട് നമുക്കൊരു സഫോക്കേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അംബാനിയുടെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളിയുടെ നിന്ന് റിലയൻസിന്റെ ട്രെൻഡ്സ് ഔട്ട്ലെറ്റുകൾ എല്ലാം ഒന്നും പുള്ളി കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് സിസ്റ്റം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം നല്ലോണം വർക്ക് ചെയ്തല്ലാണ്ട് പറ്റില്ല. കളിയാക്കാനും കാര്യങ്ങളും. അല്ല, നമ്മളെ ഇനി എല്ലാരും കൂടെ ഇരുന്ന് ട്രോളുവേ മറ്റേ പൈസക്കാരന് വേണ്ടി സിമ്പതി പറഞ്ഞോണ്ടിരിക്കുന്നു. അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞു ഇരിക്കണം എന്താന്ന് വെച്ചാൽ, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ ചിലപ്പോൾ മിഡിൽ ക്ലാസ് ആയിരിക്കാം. നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതും അങ്ങനത്തെ ഒരു ലൈഫുകളൊക്കെ തന്നെയാണ്. ആഗ്രഹം മുകളിലോട്ട് പോകാൻ ടാർഗറ്റ് ചെയ്യുക, അതാണ് മെയിൻ സംഭവം. വെറുതെ നമ്മളെ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഈ കുറ്റം പറയുന്നവർക്ക് എല്ലാവർക്കും അങ്ങനത്തെ ലൈഫ് കിട്ടിയ നല്ലത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ കല്യാണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, പൈസ ഇല്ലാത്തതിന്റെ കുഴപ്പം. അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതൊക്കെ തന്നെയാണ് ലൈഫിന്റെ ഒരു ഇന്റൻഷൻ. ഡെഫിനറ്റ്ലി എല്ലാവർക്കും പൈസ ഉണ്ടാക്കുക, അല്ലാതെ എനിക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊന്നും പറയുമെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ചിന്തിക്കാനും പറ്റില്ല. ഈ ഉള്ളത് എന്ന് പറയുന്ന സാധനത്തെ അടുത്ത ഉള്ളത് എന്നുള്ള അടുത്ത ലെവല് നമ്മുടെ മൈൻഡിൽ തന്നെ വരും. സത്യം. അപ്പം ഞാൻ പറഞ്ഞോളാം അമ്മയുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കിടക്കാന്ന്. ഈ പഠിപ്പിക്കാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താ? പഠിപ്പിക്കാന്നുള്ള തീരുമാനം സത്യം പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഇത് ഭയങ്കര നീണ്ടുപോകും. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറ്റുമെന്നുള്ളത് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. കാര്യം ഞാനത് സ്ഥിരം ക്ലാസ്സുകളിൽ പറയുന്ന കാര്യമാണ്.
പിള്ളേരൊക്കെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ടോപ്പിക്ക് വേണമല്ലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടേ ശീലമുള്ളൂ. എനിക്ക് എൻ്റെ ഒരു എത്രാം ക്ലാസ്സിലാണെന്ന് കൃത്യം ഓർമ്മയില്ല, 2011 ഇന്ത്യയുടെ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിൽ എനിക്ക് എൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ടു. ഈ ടോൺസിലിറ്റീസ് എന്ന് പറഞ്ഞ ആ അസുഖം വന്നിട്ട് സൗണ്ട് നഷ്ടപ്പെട്ടു. പറഞ്ഞാൽ വളരെ ഫീബിളായി ചെറിയൊരു സൗണ്ടേ പുറത്തേക്ക് വരുള്ളൂ എന്നുള്ളൊരവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്ന ഒരാൾ, ആ ക്ലാസ്സിലെ ഏറ്റവും അലമ്പ് എന്ന് പറയുന്ന കുറച്ച് കുട്ടികളുടെ ഒരാളായിരുന്നു ഞാൻ. വർത്താനം പറഞ്ഞതിന് പിടിച്ച് പുറത്താക്കുക, വർത്താനം പറഞ്ഞതിന് പനിഷ്മെൻ്റൊക്കെ കിട്ടുന്ന അത്രയും ടോക്കറ്റീവ് ഒരു വ്യക്തി ഓൾ ഓഫ് എ സഡൻ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിയുമ്പോൾ ഞാൻ പറയുന്നത് എന്താ പറയുക, ആ ഏജിലുള്ള ഒരാൾക്ക് അത് താങ്ങാൻ കുറച്ച് പാടാണ്. കാര്യം എന്താണ് നാളെ എന്നുള്ളത് അറിയില്ലല്ലോ. മേ ബി സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ, ഇത് കംപ്ലീറ്റ്ലി പോകുമെന്നൊന്നും അറിയില്ലല്ലോ. ആ ടൈമിൽ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു. ലാസ്റ്റ് ഒരു ഡോക്ടർ ഈ ഗ്ലാൻഡ് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. ആ ഗ്ലാൻഡ് റിമൂവ് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഡോക്ടർ. നമുക്ക് പുറത്തേക്ക് ഇതൊന്നും അറിയില്ല. ടോൺസിലിറ്റീസിൻ്റെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, ആ ഗ്ലാൻഡ് റിമൂവ് ചെയ്താലും ഹെൽത്ത് വൈസ് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പില്ല സൗണ്ട് തിരിച്ചു വരുമെന്നുള്ളത്, ആ രീതിയിലൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടോൺസിലിറ്റീസിൻ്റെ ആ ഗ്ലാൻഡ്, ഞാൻ ഈ പറയുന്ന ടെർമിനോളജി കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, അന്ന് നടന്നതല്ലേ, ആ ഗ്ലാൻഡ് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. ആ ഗ്ലാൻഡ് ഓപ്പറേഷൻ ചെയ്ത് വന്നപ്പോൾ ഞാൻ ആ ടൈമിൽ സത്യം പറഞ്ഞാൽ നല്ല സങ്കടപ്പെട്ടിരിക്കുന്ന ടൈമായിരുന്നു. കാര്യം എനിക്ക് ആരോടും വർത്താനം പറയാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സ് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ നമുക്ക് പറ്റില്ല, പഴയ പോലെ ഫ്രണ്ട്സിനോട് വർത്താനം പറയാൻ പറ്റില്ല. ആ ഏജുകാരന് അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോഴേക്കാണ് ആ ടൈമിൽ ഈ പറയുന്ന പോലെ 2011 വേൾഡ് കപ്പ് വെക്കേഷൻ ടൈമിലൊക്കെയാണ് ഈ സർജറി നടക്കുന്നത്. അന്ന് ശരിക്ക് കുറേ കാലഘട്ടത്തോളം എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. സംസാരിക്കാൻ പറ്റുക കാരണം കംപ്ലീറ്റ്ലി ഊമാന്നുള്ളൊരവസ്ഥയല്ല, ചെറിയൊരു ലോ വോയിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആ ബെഡിൽ കിടന്നിട്ട് തോന്നിയൊരാഗ്രഹമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൗണ്ട് വിറ്റ് ജീവിക്കണം എന്നുള്ളൊരു കാര്യം. ഈ പറയുന്ന പോലെ അന്ന് ചുമ്മാ ബാക്ക് ഓഫ് മൈൻഡിൽ തോന്നിയ കാര്യം, അല്ലാണ്ട് ഇപ്പം ഇന്ന് ഒരു ഡ്രീം പെർസ്യൂ ചെയ്യണ പോലെ അല്ലെങ്കിൽ ഇന്ന് നമ്മളോട് പറയുന്ന പോലെ ഒന്നും പറയില്ല. ബാക്ക് ഓഫ് മൈൻഡിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി തോന്നില്ല എനിക്കും ഈ സംസാരിച്ചിട്ട് തന്നെ ജീവിക്കണം. അതിന് ശേഷം ഞാൻ കിട്ടുന്ന സ്റ്റേജുകളൊക്കെ ചെറുത് യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി. ഈ പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്കൂളത്തെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി. ഞാൻ 10ാം ക്ലാസ്സിൽ എൻ്റെ സ്കൂളത്തെ ലീഡറായി. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സ്റ്റേജ് ഫിയർ അങ്ങനെ ഓട്ടോമാറ്റിക്കലി പോയി പിന്നെ ഞാനൊരു റിയലൈസേഷനിലേക്ക് ഓക്കെ, ഈ വർത്താനം എന്നുള്ള സാധനം തന്നെയാണ് എൻ്റെ ഒരു സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി തന്നെയാണ് എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് എന്നാണ്. പിന്നെ അതിനെ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഏതൊരു ഹ്യൂമൻ ബീങ്ങും, അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് കണ്ടുപിടിച്ച് അതിനെ വിൽക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് വരുന്നൊരു ഐഡിയയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ അതിനെ പാഷൻ എന്ന് വിളിക്കാം. അതായത് സംസാരിക്കാനും എനിക്കൊരാളോട് കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ത്വര ടീച്ചിങ് എന്നുള്ളൊരു ഫീൽഡിലേക്ക് കൺവേർട്ടായി. അല്ലാണ്ട് ഇപ്പോൾ ഈ ആൾക്കാർ പറഞ്ഞു ടീച്ചിങ് ആണ് എൻ്റെ പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഇത് ത്രൂ വന്നതാണ്, സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ്. അതും ഉള്ള അറിവും, അതായത് ഇപ്പം GST ടാക്സ് ഒക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ്? ഓൺലൈൻ ഉണ്ട്, ഞാൻ പോയി എടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. എവിടെയാ? പാലക്കാടല്ലേ വീട്? പാലക്കാടാണ് വീട്. കൂടുതലും ഞാൻ ഓൺലൈൻ ക്ലാസ് ആണ്. എൻ്റെ ബ്രാൻഡിൻ്റെ കീഴിൽ കൂടുതലും ഓൺലൈൻ ക്ലാസ്സുകൾ. ഞാനൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ഫോം ചെയ്തിട്ടുണ്ട് GSTയുടെ ഇൻകം ടാക്സിൻ്റെ ഒക്കെ. അപ്പോൾ ആ കോഴ്സ് ആണ് കൂടുതലും ഞാൻ കൊടുക്കാറ്. ആ കോഴ്സ് റിലേറ്റഡ് ചെയ്ത് ക്ലാസ്സുകൾ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടലിന് ഞാനൊരു ക്ലാസ് എടുക്കലിന് പോലെ തന്നെയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ വെറുതെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഒരു മൂഡല്ല എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു, ഞാൻ ആ സെറ്റപ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു ക്ലാസ് എടുക്കുന്ന ഫീലിംഗ് തന്നെയാണ് തോന്നാറ്. ശരിക്കും അങ്ങനെയാണല്ലോ, ഓൺലൈൻ ക്ലാസ്സും ഏകദേശം അങ്ങനെ തന്നെയാണല്ലോ. അപ്പുറത്തിരിക്കുന്ന കേൾക്കുന്നവരൊക്കെ നമ്മൾ കാണുന്നില്ലല്ലോ, നമ്മൾ പഠിപ്പിക്കാൻ. അപ്പം എനിക്ക് അതും ഒരു ടീച്ചിങ് ഇത് തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ കൺസൾട്ടൻസിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ടീച്ചിങ് കമ്മിയാണ്. പക്ഷേ ഈ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുന്നതുകൊണ്ട് സ്റ്റിൽ ഉണ്ട് എന്ന് പറയാം. പാഷൻ ഈസ് അലൈവ്. അതെ ലൈവാണ്. എന്താ ഞാൻ പറയാൻ വന്നത്, ഈ കോഴ്സസ് അറ്റൻഡ് ചെയ്യുന്നത് കൂടുതലും CA സ്റ്റുഡൻസ് ആണോ അതോ BCom സ്റ്റുഡൻസ്? എല്ലാവരും ഉണ്ട്. CA സ്റ്റുഡൻസ് ഉണ്ട്, BComകാരുണ്ട്, ഈവൻ ലോയേഴ്സ് ഉണ്ട്, GST ഡിപ്പാർട്ട്മെൻറ്റത്തെ ഓഫീസേഴ്സ് ഉണ്ട്. കാര്യം GST പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിയും, സയൻസ് ഫീൽഡിൽ നിന്നുള്ളവരുണ്ട്. GST ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ വരെ പഠിപ്പിക്കുന്നു. അതാണ് അല്ല ഞാൻ പറയുന്നത്, അത് സത്യം പറഞ്ഞാൽ അതൊരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയറും കൂടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓഫീസേഴ്സ് എന്ന് പറയുന്നവരായിരിക്കണം ശരിക്കും GSTയുടെ അപ്പെക്സ് നോളജ് ഉള്ള ആൾക്കാർ ഓഫ് കോഴ്സ്. പക്ഷെ അവിടെ എത്തുന്നവർ ഈ BCom കഴിഞ്ഞവരും MCom കഴിഞ്ഞവരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളവരൊന്നും അല്ല. കറക്റ്റ് അവർക്ക് വേണ്ട കുറച്ച് സെക്ഷൻസ് മാത്രം പഠിച്ചിട്ട് എത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇത് പഠിച്ചെടുത്തേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ നാളെ അത് ഭാവിയിലൊരു ബുദ്ധിമുട്ട് വരുന്നുള്ളതുകൊണ്ട് അവരും പഠിച്ചെടുക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് വരുന്നുണ്ട്, ഓഫീസേഴ്സാണ്.
എന്താ പറയുക, ഞാൻ സാധാരണ ഈ സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസേഴ്സ് വരും, സ്പെഷ്യലി പറയും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കതൊരു ഉള്ളിലൊരു സന്തോഷമാണ്. എനിക്ക് കൂടെ ഒരു രീതിയിലാലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു ഫെയിലിയർ അല്ലേ, എന്താ കാര്യമുള്ളത്. ഇതിപ്പോൾ പറഞ്ഞതുകൊണ്ടും പിന്നെ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യം തന്നെയാണ്. ഇപ്പം എനിക്കാണെങ്കിലും ഇപ്പം ഞാൻ അബയുടെ പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന ആളാണ്. എന്നിട്ട് പോലും എനിക്ക് ഈ ടാക്സ് കൺസൾട്ടൻറ്റും CAയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു GST ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ വരെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട്, ബിക്കോസ് GSTക്കുള്ള നോളജ് കുറവാണെന്ന്. അപ്പോൾ പൊതുവേ ഇപ്പം ആസ് ഇൻ കേരള അല്ല, ആസ് ഇൻ ഇന്ത്യ മൊത്തത്തിൽ ഈ ഫിനാൻസ് ടാക്സ് ബേസ്ഡ് നോളജ് കുറച്ച്, കാരണം നമ്മളുടെ കേരള എന്ന് പറയുമ്പോൾ ഭയങ്കര ലിറ്ററസിയിൽ ഭയങ്കര ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ. അപ്പം അബയുടെ ഒരു ജേർണിയിൽ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ കുറച്ചൊരു ഇന്ത്യ മൊത്തമായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിനെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പറഞ്ഞാൽ അതിനെ ടാക്സ് ഫോക്കസ്ഡ് ആയിട്ട് സംസാരിച്ചു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലത്തെ കൊമേഴ്സ് ഫീൽഡ് ടോട്ടലി കുറച്ച് വീക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ റീസണും കൂടി ഞാൻ പറയാം. അതിപ്പോൾ ഒരു സിവിൽ സർവീസ് ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ്, ആ സിവിൽ സർവീസ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നത് എയ്തർ ഒരു IAS ഓഫീസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു IPS ഓഫീസർ ആയിരിക്കാം. അതേപോലെ LLB സ്റ്റുഡൻസിന് ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നത് കോടതിയിൽ കയറി വാദിച്ചിട്ടുള്ള വക്കീലന്മാർ. എല്ലാം ആ ഫീൽഡിലെ എക്സ്പേർട്സ് വന്നെടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ സ്റ്റുഡൻറ്റിന് തന്നെ ഒരു ക്വാളിറ്റി വരും. എന്ന് വെച്ചാൽ ഇനി കൊമേഴ്സ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ടാക്സ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. നിങ്ങൾ നോക്കി നോക്കി, ഇപ്പോൾ BComന് ടാക്സ് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് പിള്ളേർ, BBAക്ക് ടാക്സ് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ഈവൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിയാണ് കൊമേഴ്സിൻ്റെ അപ്പെക്സ് കോഴ്സ്, അതിനും ടാക്സ് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ഈ ടാക്സ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആരും ഒരു ക്ലയൻറ്റിൻ്റെ പോലും പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്ത ആൾക്കാരല്ല. ഒരു ക്ലയൻറ്റിനെ പോലും അവർ ഇതുവരെ ലൈഫിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഒരാൾക്ക് പോലും കൺസൾട്ടൻസി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ജസ്റ്റ് തിയറി നോളജും ടീച്ചിങ്ങിൻ്റെ സ്കില്ലുണ്ടായിരിക്കും. ഓഫ് കോഴ്സ് ആ വിത്ത് ഡ്യൂ റെസ്പെക്ട് നമ്മൾ ടീച്ചിങ്ങിൻ്റെ സ്കില്ലുണ്ടായിരിക്കും. പക്ഷെ ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്ത് ഈ പറയുന്ന പോലെ നോട്ടീസുകളെ കണ്ട്, പെനാൾട്ടികളെ കണ്ട്, ടാക്സ് പ്ലാനിങ്ങുകളെ കണ്ട് ആ ഒരു തഴമ്പ് വന്ന ആൾക്കാരല്ല ടാക്സേഷന് ഒരു സ്ഥലത്തും ക്ലാസ്സുകൾ എടുക്കുന്നത്. കാര്യം കൺസൾട്ടൻസി ചെയ്യുന്നവർ പൊതുവേ ടീച്ചിങ്ങിലേക്ക് പോവില്ല. ടീച്ചേഴ്സ് കൺസൾട്ടൻസി ചെയ്യാൻ പേടിക്കുകയും ചെയ്യും ടാക്സേഷനിൽ. അങ്ങനെ ഒരു സാധനം ബേസിക്കലി ഉണ്ട്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ ഇഷ്യൂ ആണ്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും ആ സ്റ്റുഡൻറ്റിന് അതിൽ നിന്ന് ഒരു മോട്ടിവേഷനും കിട്ടണില്ല. കാരണം ഈ വ്യക്തിക്ക് അതിൽ റിയൽ ലൈഫിൽ നടക്കുന്ന എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണില്ല. ഈ സബ്ജക്റ്റ് വിറ്റ് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണില്ല. ഇതിൽ നിന്ന് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഡ്രൈ ആയിട്ട് പോവുകയാണ് സ്റ്റുഡൻറ്റ്. അതായത് ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല എന്നുള്ളൊരു തോന്നൽ ഓട്ടോമാറ്റിക്കലി വരികയാണ്. ഇത് കൊമേഴ്സിലെ എല്ലാ സബ്ജക്റ്റുകൾക്കും ശരിക്കും ഉണ്ട്. പക്ഷെ എനിക്കിത് ബാക്കി ഫീൽഡുകളിൽ ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡോക്ടർ ആവാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ വിൽ ബി ടേക്കിംഗ് ക്ലാസ്സസ്. അത് ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട്. പക്ഷേ എഞ്ചിനീയേഴ്സിന്റെ കേസിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കമ്മിയാണ്. കൊമേഴ്സിൽ സ്പെഷ്യലി കമ്മിയാണ്. BCom BBAക്കൊക്കെ കോളേജിൽ എടുക്കുന്ന പ്രൊഫസേഴ്സിനൊന്നും എൻ്റെ അറിവിലുള്ളവർക്ക്, ഞാൻ എല്ലാവരും അടിച്ച് കുറ്റം പറയുമല്ല, എൻ്റെ അറിവിലുള്ളവർക്ക് ഫീൽഡിൽ ഇറങ്ങി ടാക്സ് പ്ലാനിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ടാക്സേഷൻ്റെ കാര്യങ്ങൾ ചെയ്തൊരു അനുഭവം ഇല്ല. ഞാൻ പറയുന്നത് അതൊരു കുറവാണ് ശരിക്ക്. അതൊരു അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോൾ നമ്മളിതൊരു എന്താ പറയുക, ഒരു പേപ്പർ കോണ്ടന്റ് പോലെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സാധനമല്ലേ. നാളെ ഇത് പഠിച്ചിട്ട് ഇയാൾക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ ഇറങ്ങി പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ അയാളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ഇത് ചെയ്ത് ശീലമുള്ളൊരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് 3 കൊല്ലം 5 കൊല്ലമൊക്കെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൊമേഴ്സ് ബ്രാഞ്ച് നോളേജ് വൈസ് കുറച്ച് ബാക്കിൽ തന്നെയാണ്. ഈ ഒരൊറ്റ റീസൺ എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ പഠിച്ചത് BCയാണ്. ഇപ്പം അതിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പം ഈ ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തവരൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ IT കമ്പനീസിൽ വർക്ക് ചെയ്തവരായിരിക്കില്ല. അപ്പോൾ ഇവർ തിയറി പറഞ്ഞു തരുന്നത് ഇത് എങ്ങനെ നമ്മൾ ജോലിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ എങ്ങനെ ജോലിക്ക് പോയി ഇത് പ്രാക്ടിക്കലി ആക്കും. എൻറ്റയർലി ഡിഫറെന്റ് ആ കോർപ്പറേറ്റ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇപ്പൊ ഇന്നിപ്പോ ഞാനൊരു ന്യൂസ് കണ്ട് 3 കൊല്ലം എന്നുള്ളത് 5 കൊല്ലം ആക്കുകയാണ് ഡിഗ്രിയിൽ നിന്ന് ന്യൂസ് വന്നിട്ടുണ്ട്. അതെ സത്യം. എത്ര ടൈം ഒരാളുടെ വേസ്റ്റ് ചെയ്യണേ. 3 മാസം ഉണ്ടെങ്കിൽ നല്ലൊരു മെൻറ്ററിൻ്റെ കീഴിലാണെന്നുണ്ടെങ്കിൽ അയാൾ എക്സലൻ്റായി മാറും. 3, 5 കൊല്ലം 10 കൊല്ലം അവിടെ കിട്ടിയിട്ടും കാര്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരതിന് എക്യുപ്ഡ് അവിടെ ഉള്ള ആൾക്കാർ. നമ്മുടെ ഏതൊരു സിസ്റ്റത്തിൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തണം. അതായത് അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഇന്ന കാര്യങ്ങൾ ഇത്രയും അവേഴ്സ് ഓഫ് പുറത്തെ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ വേണമെന്നൊക്കെയുള്ള നിയമം വന്നാൽ ഇനിയും സ്റ്റുഡൻസ് ഇത് BComകാരനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, BCom MCom ചെയ്തവരോട് സംസാരിക്കുമ്പോൾ നമുക്കേ സങ്കടമാവും. കാര്യം അവർക്ക് ഈ 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം പോയിട്ടും
അത്രയ്ക്കുള്ളത് കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ബിസിനസ്സുകാരൻ വന്നൊരു സംശയം ചോദിച്ചാൽ തീർത്ത് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ 5 കൊല്ലം പോയതിന് കാര്യം. അതുകൊണ്ട് എനിക്ക് ഇന്റേൺഷിപ്സിനൊക്കെ ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന കോളേജസ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്സ് വേണം. പഠിക്കുന്ന സമയത്ത് പോയി വർക്ക് ചെയ്താലേ പഠിക്കുള്ളൂ, ഉറപ്പായിട്ട്. കാരണം അത് നമുക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് പഠിക്കുന്നതും പണിയെടുക്കുന്നതും ഭയങ്കര ഡിഫറെന്റ്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പം. അത് പറഞ്ഞു കൊടുക്കാൻ ശരിക്കും ആൾക്കാർ വേണം. അത് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കോഴ്സ്, ഇങ്ങനത്തെ ഒരു കോഴ്സ്, പ്രാക്ടിക്കൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും. കാര്യം അവിടെയാണ് ആളെ വേണ്ടത്. അവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം ഞാനത് കൊണ്ടുവരുമ്പോൾ പ്രാക്ടിക്കലി ഇങ്ങനെയാണ് പണിയെടുക്കുക എന്ന് പഠിപ്പിച്ചു കൊടുക്കുക ഒരു കോഴ്സ് കൊണ്ടുവരുമ്പോൾ അതിന് ആൾക്കാരും ഉണ്ടാവും. അതൊരു ബിസിനസ്സാണ്. കാരണം അതെന്തുകൊണ്ടാണ് എനിക്ക് പറ്റുന്നത്? കോളേജിൽ 3 കൊല്ലം പോയിട്ടോ അല്ലെങ്കിൽ 5 കൊല്ലം പോയിട്ടോ അവിടെ സക്സസ്ഫുള്ളി അവിടുത്തെ ഫാക്കൽറ്റീസിനെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിലൊരു മാറ്റം വന്നാൽ ഇന്ത്യ ഇനിയും ഈ പറയുന്ന പോലെ കൊമേഴ്സ് ബ്രെയിൻസ്, നല്ല കൊമേഴ്സ് ബ്രെയിൻസ് വരും. പക്ഷെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. ഭയങ്കര ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു വരുന്നവരും പോളിടെക്നിക് ഇയർ കുറഞ്ഞ പരിപാടിയല്ലേ, അവർക്കും ഉള്ള സ്കില്ല് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ പോളിടെക്നിക് ആർക്കാണ് കുറച്ചും കൂടി സ്കില്ലുള്ളത്. അത് തന്നെ വലിയൊരു എക്സാമ്പിൾ ആണ്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, സ്റ്റുഡൻസിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം ഒരു 17 വയസ്സുകാരനോ 18 വയസ്സുകാരനോ എന്താ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റിയ ആ പ്രായത്തിൽ? കുറ്റം പറയേണ്ടത് സത്യം പറഞ്ഞ ഫാക്കൽറ്റീസിനാണ്. ഞാനടങ്ങുന്ന സിസ്റ്റം. കാരണം ഇതൊരു ബൈഹാർട്ട് ചെയ്യുക, എഴുതുക, എഴുതി പാസ്സാവുക എന്നുള്ളൊരു സ്കീമിലാണ് നിൽക്കുന്നത്. അല്ലാതെ പഠിച്ച് അത് സ്കില്ലെടുക്കുക എന്നുള്ളതല്ല. ഒരു കുട്ടിക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ കുട്ടീനെ പഠിപ്പിച്ച ആൾക്കാണ്. ഒരു മാസം മതി സത്യം പറഞ്ഞ അയാൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ. 3 കൊല്ലം കൈ കിട്ടിയിട്ട് ചെയ്യണില്ലെങ്കിൽ. അതുകൊണ്ട് ഇപ്പൊ കുറെ കോഴ്സ് ഓറിയന്റഡ് എന്താ പറയാ കുറെ സത്യം പുറത്ത് വരുന്നുണ്ടല്ലോ. ഇവരെല്ലാരും നല്ല രീതിയിൽ പഠിപ്പിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ പുറത്താ കോഴ്സുകൾക്ക് കാര്യമില്ല, വേണ്ട, ആവശ്യമില്ല അത്. ഇനി നമുക്കൊരു ടാക്സ് ബേസ്ഡ് റാപ്പിഡ് ഫയറിലേക്ക് പോകാം. ഞാൻ സാധാരണ ഇങ്ങനത്തെ ചെയ്യാത്തതാണ്, പക്ഷെ ഇത് ടാക്സ് ബേസ്ഡ് ആയതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. ഓക്കെ, ഓഡിറ്റ്സ് ഒക്കെ ടാക്സിലും ഇല്ല, ടാക്സേഷനും ഓഡിറ്റും എൻ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡാണ്. അല്ല, ഞാൻ ചോദിച്ചതാണ് എനിക്ക്, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എനിക്ക് അതിനുള്ളൊരു ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ഫീൽഡ്, എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് ഫീൽഡാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിത് വളരെ ലേമേന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അപർണ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപർണയുടെ ഗൂഗിൾ പേ പണ്ട് അപർണയുടെ അമ്മ യൂസ് ചെയ്തിരുന്ന ബാങ്ക് അക്കൗണ്ടാണ്, അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേയുടെ മെസ്സേജ് അമ്മയുടെയിലേക്കും പോകും എന്ന് വിചാരിക്കും. അപ്പോൾ അപർണ എന്നും ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാൾ ആണ്, ലഞ്ച് പുറത്തുനിന്ന് കഴിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഗൂഗിൾ പേയുടെ ഡെബിറ്റ് കാണാത്തപ്പോൾ അമ്മ വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഗൂഗിൾ പേയുടെ സൗണ്ട് വരുന്നത് നമ്മളും ശ്രദ്ധിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അമ്മ ആ ഗൂഗിൾ പേയുടെ ഡെബിറ്റ് വരാത്ത കണ്ടപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് കേൾക്കാത്ത, അല്ലെങ്കിൽ അതിൻ്റെ മെസ്സേജ് കാണാത്തപ്പോൾ അപർണേനെ വിളിച്ച് ഫുഡ് കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നത്. ഇതാണ് ആ സിസ്റ്റമാണ് ഓഡിറ്റ്. ഓക്കെ, അത്രയും വിജിലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനത്തെ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് ഒരു കാര്യത്തെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഓഡിറ്റ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പം ഇതാരാ ചെയ്യുന്നത് ഓഡിറ്റിംഗ്? ഓഡിറ്റേഴ്സ് തന്നെ ചെയ്യുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് തന്നെയാണ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ ഈ ടാക്സ് കൺസൾട്ടൻസും ചെയ്യാൻ തമ്മിലുള്ളൊരു മെയിൻ? ഇല്ല, ഓഡിറ്റും ടാക്സ് കൺസൾട്ടൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ സിഗ്നേച്ചർ പവർ എന്ന് പറയുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനേ ഉള്ളൂ. അത് സൈൻ ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സൈനോ. എത്രയോ CA-കാർക്ക് വേണ്ടി ഓഡിറ്റ് ചെയ്യുന്ന ടാക്സ് കൺസൾട്ടൻസിനെ എനിക്കറിയാം. എത്രയോ CA-കാരേക്കാൾ നോളേജബിളായ ടാക്സ് കൺസൾട്ടൻസിനെ എനിക്കറിയാം. കംപ്ലീറ്റ് വർക്കും ചിലപ്പോൾ ഇതൊന്നും സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇത് ഇങ്ങനെയല്ല വേണ്ടത് സിസ്റ്റം, എന്നാലും വർക്ക് ചെയ്യുന്ന മൊത്തം ടാക്സ് കൺസൾട്ടൻസ് ആയിരിക്കും, സിഗ്നേച്ചർ മാത്രം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്യും. ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ട്. ഇനിയും ഞാൻ CA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് കൂടി ബാക്കിയുള്ളൂ. ബാക്കി അതെല്ലാം കഴിഞ്ഞു അതുമായി. പക്ഷെ ആ സിഗ്നേച്ചറിന് അങ്ങനെ ഒരു, ഞാൻ മനസ്സിലാക്കിയെടുത്തു, അങ്ങനെ ഒരു ഫാസിനേഷൻ ഒന്നുമില്ല. എൻഡ് ഓഫ് ദ ഡേ നോളേജ്. പക്ഷേ കുറച്ച് ഇങ്ങനെ സ്റ്റാർട്ടപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് CA-യുടെ അത്രേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, എൻഡ് ഓഫ് ദ ഡേ ഒരു, ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാം, ഒരു മാസം 50,000 60,000 രൂപ സാലറിക്ക് വർക്ക് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ എനിക്കറിയാം. അതിൻ്റെ എത്രയോ മൾട്ടിപ്പിൾ ടൈംസ് ഏൺ ചെയ്യുന്ന ടാക്സ് കൺസൾട്ടൻസിനെ എനിക്കറിയാം. അപ്പോൾ ഫീൽഡിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഈസ് ഓൾ അബൌട്ട് നോളേജ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ സിഗ്നേച്ചർ പവർ കാര്യങ്ങളൊന്നുമല്ല അവിടെ റൂൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സത്യമായിട്ട് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ടാക്സിലും റാപ്പിഡ് ഫയർ ചെയ്യാന്നിട്ട്.
അതല്ലേ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം, ഇത് കഴിഞ്ഞിട്ട് പറയണം ഇത് എങ്ങനെ സക്സസ്ഫുള്ളി കണ്ടിട്ടില്ല. അതാ ഞാൻ ഒന്നാമത് എനിക്കിതിൽ നോളജ് കുറവാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ല, റാപ്പിഡ് ഫയറിൽ നോളജ് ഉണ്ട്, ഇത് ടാക്സിലേക്ക് എങ്ങനെ മെർജ് ചെയ്യാന്ന് എനിക്കറിയാം. ടാക്സിന്റെ നോളജ് കുറവാണെന്ന് എനിക്കിപ്പോ മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ എടുത്തു വെച്ച ചോദ്യമൊക്കെ എന്താകുമോ എന്തോ. നോക്കാം. ഓക്കെ, ഫേവറേറ്റ് അക്കൗണ്ടിങ് മീം. ഫേവറേറ്റ് അക്കൗണ്ടിങ് മീം എന്ന് വെച്ചാൽ ഏറ്റവും കണ്ടിട്ടുള്ള അക്കൗണ്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രോൾ അല്ലെങ്കിൽ ഒരു ഫൺ സംഭവം. അക്കൗണ്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രോള്. റാപ്പിഡ് ഫയർ ആണെന്ന് പറഞ്ഞിട്ട് 10 മാസം എടുക്കുന്നത്. അല്ല, ഞാൻ സത്യമായിട്ടും ഞാൻ അങ്ങനെ അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്ത് ട്രോൾസ് ഒക്കെ വരാറുണ്ടോ? പിന്നെ CA എഴുതി എടുക്കാൻ തന്നെ മറ്റേ കുറെ കൊല്ലം എടുക്കും എന്നൊക്കെയുള്ള ട്രോളുകൾ. എനിക്ക് സത്യം പറഞ്ഞ റാപ്പിഡ് ഫയർ കൊണ്ട് ക്വിക്കായിട്ട് ആൻസർ. എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് മറ്റേ ഒരു പൃഥ്വിരാജിന്റെ വോയിസ് ഉള്ള ഒരു പുള്ളിക്കാരൻ, അതായത് സാമ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ എന്താ ജോക്സ് അപ്പാർട്ട്, ഈ പടം കഴിയുമ്പോഴത്തേക്കിനും പൃഥ്വിരാജിന്റെ വീട്ടിലൊരു ടാക്സ് ഇത് റെയ്ഡ് വരും എന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുറച്ചാൾ കഴിഞ്ഞ് പൃഥ്വിരാജിന്റെ എനിക്ക് അങ്ങനെ ഒന്നും ഇതുവരെ സ്ട്രൈക്ക് ആയിട്ട് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുമൊന്നുമില്ല. കണ്ട, ഇപ്പൊ മനസ്സിലായി. ഞാൻ പറയട്ടെ, ഇതിന്റെ ഇടയിൽ എനിക്ക് ഓർമ്മ വരികയാണെങ്കിൽ പറയാൻ ഒരു ചാൻസ് തരണം കേട്ടോ, ഏതെങ്കിലും ട്രോള്. അല്ല, പറയാൻ ഞാൻ എപ്പോഴല്ലേ ചിന്തിക്കണേ. ക്ലാസ്സിൽ എക്സ്ട്രോവേർട്ട് ആയിരുന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ മനസ്സിലായി. എനിക്ക് പറയാൻ അവസരം അല്ല, ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു സാധനം. ഇപ്പൊ മനസ്സിലായില്ലേ. എന്നെ കുറിച്ച് ട്രോളൊക്കെ ഇറക്കാറുണ്ട് ആൾക്കാർ, ഈ പറഞ്ഞ പോലെ എന്റെ സ്റ്റുഡൻസ് ഫണ്ടിന് വേണ്ടിയിട്ട്. അതൊക്കെ ചിലതൊക്കെ ഇഷ്ടാവാറുണ്ട്. ആണല്ലേ? എന്താ അതിലെന്തെങ്കിലും ഏറ്റവും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി എന്തെങ്കിലും ഉണ്ടോ? ക്യൂരിയസ് ആയിട്ട് തോന്നി, എനിക്ക് ഒരു തവണ ഞാൻ പണ്ട് സൂമിലൊക്കെ ക്ലാസ് വെക്കുന്ന ടൈമിൽ ഈ ക്രൗഡൊക്കെ കുറേ വന്നിട്ട് നമ്മൾ അതിനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കടന്നു പോകും ക്രൗഡ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ എത്ര 500 എങ്ങാണ്ടായിരുന്നു ലിമിറ്റ്, അതിലും കൂടുതൽ ആൾ വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി സൂമിൽ. എനിക്ക് കയറാൻ, ബാക്കി പിള്ളേരൊക്കെ വന്നിരിക്കുന്നുണ്ട്, എനിക്കിതിൽ എങ്ങനെ ഒരാൾ പോകണം, ആരോട് പറയുന്നത് പോകാൻ വേണ്ടിയിട്ട്, ആരും അറിയില്ല, ഒക്കെ ഓൺലൈനല്ലേ. അപ്പോൾ എനിക്ക് കയറാൻ പറ്റാന്നിട്ട് ആ ബാച്ചൊക്കെ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അത്രയും ഒരു ഇത് വന്ന്. അത് കഴിഞ്ഞ ഒരു ദിവസം ഒരു ട്രോൾ വന്നു, ഈ ഫഹദ് ഫാസിൽ മറ്റേ കല്യാണത്തിന് നസ്രിയയുടെ കൂടെ ഫ്രണ്ട്സ് ഫോട്ടോ എടുക്കുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സിൽ ഫഹദ് ഫാസിൽ ഇങ്ങനെ മാറി നിൽക്കണില്ലേ, ആ മാറി നിൽക്കുന്ന ആള് ഞാൻ, ഇത് പിള്ളേരുമായിട്ട് ഒരു ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. ഹൗ സക്സസ്ഫുള്ളി ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത്. ഓക്കെ, കാൽക്കുലേറ്റർ. കാര്യം ഞാൻ എക്സൽ വളരെ കമ്മി യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എക്സൽ യൂസ് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞേക്കാം. കാരണം എക്സലിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ എക്സലിനേക്കാൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കംഫർട്ടബിൾ കാൽക്കുലേറ്ററാണ്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ സത്യം പറഞ്ഞാൽ പഴയ പോലെ എഴുതി ഇതാക്കുന്നത് കാൽക്കുലേഷനാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. പക്ഷെ അത് പ്രാക്ടിക്കലി എല്ലാ സാഹചര്യത്തിലും പോസിബിൾ ആവാത്തതുകൊണ്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യും. കാരണം എക്സലിൽ കുറേ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാമെന്ന് ഞാൻ ഫിഗർ ഔട്ട് ചെയ്തപ്പോഴത്തേക്കിനും ഓ മൈ ഗോഡ് ആയിരുന്നു. ഞാൻ എക്സൽ കുറച്ച് വീക്കാണ്. ഈ പറയുന്ന പോലെ ഇപ്പം എൻ്റെയൊക്കെ ഫ്രണ്ട്സ് എക്സലിൽ എല്ലാ ഷോർട്ട് കട്ട് കീസും എല്ലാ കാര്യങ്ങളും എനിക്ക് അത്ര അറിയില്ല. കാര്യം ഞാൻ എക്സൽ കുറച്ച് കമ്മി ചെയ്യും, എൻ്റെ വർക്കിന് എക്സലിൻ്റെ യൂസ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും കാൽക്കുലേറ്ററാണ്. ഞാൻ ടാക്സേഷൻ ഫീൽഡ് ആവുകൊണ്ട് അവിടെ ഇപ്പോൾ അപർണയുടെ ഒരു തെറ്റിദ്ധാരണയാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഈ കണക്കുകൂട്ടലുകളല്ല അവിടെ കൂടുതൽ, നിയമമാണ് അവിടെ സത്യം പറഞ്ഞാൽ. അത് മേ ബി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. എൻഡ് ഓഫ് ദ ഡേ ശരിയാണ്, ടാക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബട്ട് അത് വളരെ ബേസിക് കാര്യമാണ്. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിലേക്ക് എത്താനുള്ള നിയമങ്ങൾ അറിയുക, അതിൽ നിന്ന് ടാക്സ് സേവ് ചെയ്യാനുള്ള നിയമങ്ങൾ അറിയുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ കണക്കിന് ഇമ്പോർട്ടൻസ് കുറവാണ്. കണക്ക് ഇമ്പോർട്ടൻസ് വരുന്ന അക്കൗണ്ടന്റിനാണ്, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന ആൾക്ക്. മനസ്സിലായി. കണ്ട, ഞാൻ പറഞ്ഞില്ല, എൻ്റെ നോളജ് ഗ്യാപ്പാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇത് വരുന്നത്. അതിപ്പോൾ ആദ്യം വന്നിരുന്നപ്പോൾ ക്യാമറയുടെയും മൈക്കിൻ്റെയും ക്ലാസ് നിങ്ങൾ എനിക്ക് എടുത്തു തരുന്ന പോലെ ഉള്ളൂ. അതെ അല്ല, ഞാൻ പോഡ്കാസ്റ്റിൽ ആരും ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് വന്നപ്പോൾ ഒരുപാട് കോമൻസ് കണ്ടായിരുന്നു, അപർണയ്ക്ക് നോളജ് കുറവാണല്ലോ എന്നുള്ളത്. അബ്സല്യൂട്ട്ലി. ഞാൻ 10ാം ക്ലാസ്സിലാണ് ലാസ്റ്റ് ബയോളജി പഠിച്ചത്. എനിക്ക് എത്ര നോളജ് കാണും. അതെ, അപ്പം അറിയില്ലാത്തത് കൊണ്ടാണല്ലോ പുള്ളിക്കാരിയോട് കാര്യങ്ങൾ ചോദിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാനൊരു ലേണിംഗ് ആയിട്ട് മാത്രം. ഇപ്പം അഭയ് വന്നതും എൻ്റെ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ എത്ര പേര് കാണുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കാണുന്ന ഒരു വേറെ പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിത് വൈറലാക്കണം. അല്ല, അതിനുള്ള മണ്ടത്തന്നെ ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോലെ എനിക്കൊരു ഇന്റർവ്യൂ സ്റ്റാർ ആണോ? സോറി, അത് ധ്യാനം മാത്രമുള്ളതാണ്. ഓക്കെ, ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു ഫൈനാൻസ് അല്ലെങ്കിൽ ഒരു ടാക്സ്, ആ ഒരു കൊമേഴ്സിലുള്ള ഏറ്റവും വലിയൊരു മിത്ത് എക്സ്പോസ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയൊരു മിത്ത് ദാറ്റ് യു ഹാവ് എക്സ്പോസ്ഡ്.
സത്യം പറഞ്ഞാൽ കുറേ മിത്തുകൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഭയങ്കര ഒരു ബ്ലണ്ടറായിട്ട് ഒരു കോമൺ ആയിട്ട് ജനറലായിട്ട് കിട്ടിയിട്ടുള്ളൊരു മിത്ത് ബ്രേക്ക് ചെയ്തത്. ജനറലായിട്ട് കേട്ടിട്ടുള്ളൊരു മിത്ത് ബ്രേക്ക് ചെയ്തതെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ തന്നെ ആര് സംസാരിക്കുകയാണെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് ടാക്സിൻ്റെ ഒരു അപ്പെക്സ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ പുറത്തുണ്ട്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടാക്സേഷൻ ഫീൽഡിലെ എക്സ്പേർട്ട് ശരിക്കും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തന്നെ ആയിക്കോണമെന്ന് നിർബന്ധമില്ല. ടാക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞൊരു വ്യക്തി ആണ് ടാക്സിൻ്റെ എക്സ്പേർട്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞൊരു മിത്താണ്, മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യുന്നൊരു മിത്താണ്. പല ചാർട്ടേഡ് അക്കൗണ്ടൻസിനും ടാക്സ് ലോ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോലും അറിയാത്ത ആൾക്കാരുണ്ട്. ബികോം കഴിഞ്ഞ അല്ലെങ്കിൽ എംകോം കഴിഞ്ഞിട്ട് ടാക്സ് ഇഷ്ടപ്പെട്ട് പഠിച്ച ആൾക്കാർക്ക്, ഇപ്പോൾ നമ്മൾ ഗരുഡൻ സിനിമ ഉണ്ട്, അതിൽ ബിജു മേനോൻ ഒരു ടാക്സ് എക്സ്പേർട്ടായിട്ടാണ്. ബിജു മേനോൻ ഒരിക്കലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ല ആ സിനിമയിൽ. സോ അത് പലർക്കും അറിയില്ല. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് എന്താ വെച്ചാൽ ഈ ടാക്സിൻ്റെ ഒരു നോളേജിന് വേണ്ടിയിട്ട് CAയുടെ അടുത്ത് മാത്രം പോകുന്ന ഒരു പ്രവണത മൊത്തത്തിൽ മാർക്കറ്റിലുണ്ട്. ശരിക്കും നമ്മൾ ആ പോകുന്ന വ്യക്തിയുടെ ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ട് അയാൾക്ക് ടാക്സിലുള്ള നോളേജ് മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും പോകേണ്ടത്. അതൊരു മിത്താണ്. അത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്ന് തന്നെ ആ ഒരു മിത്ത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫേവറേറ്റ് ടാക്സ് സീസൺ സ്നാക്ക്, ടാക്സ് സീസണിൽ കഴിക്കുന്ന സ്നാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈം. മനസ്സിലായി. സി ഞാൻ GST ആണല്ലോ കൂടുതൽ ഫോക്കസ്. GSTയുടെ സീസൺ എന്ന് പറയുന്നത് എവറി മന്ത്. ഇൻകം ടാക്സിന്റെ ടാക്സ് സീസൺ ആണ് ഇപ്പോൾ പറഞ്ഞത്. GSTയുടെ സീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും സീസണാണ്. അപ്പോൾ പറഞ്ഞ ഈ മാസം 5 lakhs ഉണ്ടാക്കിയാൽ നെക്സ്റ്റ് മന്ത് വിൽ ബി അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ട ഡ്യൂ ഡേറ്റ്. അപ്പോൾ എല്ലാ മാസവും സീസണാണ്. അപ്പോൾ അങ്ങനെ ഒരു സീസൺ കോൺസെപ്റ്റ് ശരിക്ക് ഇല്ല ടാക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കില്ല. പിന്നെ ഞാൻ കൂടുതലും ടാക്സ് പ്ലാനിങ്ങും ആവുകൊണ്ട് കസ്റ്റമർ എന്നാണ് വരുന്നത് അന്നാണ് സീസൺ. അപ്പോൾ ആ സീസൺ ഭയങ്കര പ്രഷർ വരുന്ന ആ സീസണിൽ, അതായത് ഏറ്റവും കൂടുതൽ എന്തായാലും ഇപ്പം നമുക്ക് പർട്ടിക്കുലർലി പറയാൻ പറ്റത്തില്ല ഇപ്പം ഇന്ന മാസമായിരിക്കും ഏറ്റവും തിരക്കെന്ന് പറഞ്ഞാൽ. പക്ഷെ ആ ഏറ്റവും അധികം സ്ട്രെസ് വരുമ്പോൾ ഞാൻ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ സ്നാക്സിൻ്റെ ഒരു എന്താ പറയുക ക്രേസുള്ള ആളല്ല ബേസിക്കലി ഞാൻ. കാര്യം ഞാൻ നല്ല തടിയായിരുന്നു. തടി കുറയ്ക്കാൻ വേണ്ടി ഈ ഡയറ്റ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം എനിക്ക് ഭക്ഷണത്തിനോട് തന്നെ ഇപ്പോൾ വലിയൊരു പഴയൊരു ക്രേസ് ഇല്ല. അല്ല വരാൻ പാടില്ല അത് സീരിയസ്ലി. കാര്യം ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് കുറച്ചായി. സീരിയസ്ലി ഞാനും ആലോചിക്കിടയ്ക്ക് എന്തിനെത്രയൊക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് ആ ഫ്ലോയിൽ കയറിയിട്ട് ഞാൻ ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്തിട്ട് ഒരു 3 കൊല്ലത്തോളമൊക്കെ ആയി ഷുഗർ നിർത്തിയിട്ട്. ചിലപ്പോൾ അതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ ആരോഗ്യപരമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്നാക്സ് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അത് വലിയ ബിൽഡപ്പായിട്ട് പറയില്ല. അതുകൊണ്ട് വെറുതെ ഇരിക്കുകയാണെങ്കിലും സ്നാക്സ് കഴിക്കണമെന്ന് ശീലമില്ല. ശരിക്കും സ്ട്രെസ്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറെന്താ വെച്ചാൽ ഞാനിപ്പോൾ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരിക്കും. അതൊരുവിധം എല്ലാവരും ആൺപിള്ളേർ, എനിക്ക് പെൺപിള്ളേരും ചെയ്യാറുണ്ട് എന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. നമ്മളെ അല്ല രാത്രിയൊക്കെ ഞാൻ പറഞ്ഞ അങ്ങനെ ജെൻഡർ ഇതായിട്ട് പറയല്ല. ഇല്ല പറയാൻ പറ്റില്ല, എന്തിനാണ് അടി കിട്ടുന്നത് പറയാം. അപ്പോൾ എനിക്ക് അവിടെ ഇപ്പോൾ ഈവൺ എൻ്റെ നാട്ടിലാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും ഒക്കെ എനിക്ക് നല്ല അടിപൊളി ഗ്യാങ്ങുകളുണ്ട്. ഇപ്പം എൻ്റെ നാട്ടുകൂട്ടം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈവൺ എനിക്ക് പട്ടാമ്പി ടൗണിലേക്ക് ഇറങ്ങിയാലും എൻ്റെ ഫ്രണ്ട്സുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുണ്ട്, പിന്നെ എൻ്റെ കസിൻസ് ആണെങ്കിലൊക്കെ. അപ്പോൾ ആ ഒരു സാധനത്തിനാണ് ഞാൻ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി കൂടുതലും എടുക്കാറ്. അത് നല്ലൊരു സ്ട്രെസ് ബസ്റ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ ബസ് കയറിപ്പോവും എങ്ങോട്ടേലൊക്കെ. കാര്യം കൂടുതലും ഞാൻ വളരെ ചെറിയ കാലം തൊട്ടേ വണ്ടി യൂസ് ചെയ്യണോണ്ട് ബസ്സിൻ്റെ യൂസ് വളരെ കുറവാണ്. ഞാൻ മനഃപൂർവ്വം എന്താ വെച്ചാൽ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് ബസ്സിൻ്റെ ബോർഡൊന്നും നോക്കില്ല, എങ്ങോട്ടൊന്നും നോക്കില്ല, ചുമ്മാ കയറി എങ്ങോട്ടേലൊക്കെ പോകും. കുറേ സമയമൊന്നും എടുക്കില്ല, ഒരു 3-4 മണിക്കൂർ കൊണ്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് വരും. എന്നാലും ബസ് മാത്രമായിരിക്കും മീഡിയം. അപ്പം അങ്ങനത്തെ ഒക്കെ ചെറിയ ഓരോരോ കാരണം അങ്ങനത്തെ ചില സൈക്ക് പരിപാടികളൊക്കെ എനിക്ക്. അതേപോലെ ഇപ്പോൾ ഈ സൈക്കോ പരിപാടി പറഞ്ഞുകൊണ്ട് അത് ക്വസ്റ്റ്യനായിട്ടൊരു ബന്ധമില്ല. ഒരു പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഇന്നലെ ഞാൻ പാലക്കാട് നിന്ന് വരുമ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു പാട്ട് കേട്ടില്ല, അപ്പം പ്ലേ ചെയ്തു ഞാൻ ആ പാട്ട് സ്പോട്ടിഫൈയിൽ. ഇന്നിപ്പോൾ ഇവിടെ എത്തുന്ന വരെ ഞാൻ ആ പാട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. എൻ്റെ വണ്ടിയിൽ ആ പാട്ട് മാത്രമേ ഓടിയിട്ടുള്ളൂ. എൻ്റെ കൂടെ കയറുന്നവർ ചിലത് അങ്ങനെ പറയും. ഓരോ സീസണിലും ഓരോ പാട്ടാണ്, ഓരോ ടൈമിലും ഓരോ പാട്ടാണ്. പക്ഷേ ചിലപ്പോൾ വണ്ടി കയറുന്നവർക്ക് ഇത് മാത്രമേ കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. കൊള്ളാം, നല്ല വട്ടുള്ള ആളാണ്. വേഴ്സ്റ്റ് ഫിനാൻഷ്യൽ അഡ്വൈസ് യു ഹാവ് ഹേർഡ്? ഞാൻ കേട്ടിട്ടുള്ളതല്ലേ, ഞാൻ കേട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ട്. ഒന്ന്
ഈ വീടിൻ്റെ കേസ് ഇപ്പം ഇങ്ങനെ ഭയങ്കര വീട് വെക്കണോ വീട് വാടകയ്ക്ക് എടുക്കണോ എന്ന് കേൾക്കുന്ന എനിക്ക് ഭയങ്കര ഒരു ബ്ലണ്ടർ ഡിസ്കഷൻ ആയിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ വീട് ഒരു ലയബിലിറ്റിയാണ്. ഇതിപ്പോൾ നാളെ ഞാനീ പറയുന്ന ഒരു കോൺട്രവേഴ്സി ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. ശരിക്കും അതൊരു ഡിസ്കഷനുള്ള കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചാൽ എല്ലാവരും പറയുന്നത് ഇപ്പം ഇത് അഡ്വൈസ് ചെയ്യുന്നവർ പറയുന്നത് വീട് ഒരു ബാധ്യതയാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഇപ്പം നമ്മളെല്ലാവരും പൈസ ഉണ്ടാക്കും. ഇവരിത് എല്ലാം കൊണ്ട് എത്തിക്കുന്നത് എന്താ വെച്ചാൽ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് കൂടുതൽ കൂട്ടാം എന്നൊക്കെയാണല്ലോ എഫക്റ്റീവ്ലി ഇത് പറയുന്നത്. നമ്മളെല്ലാവരും പൈസ ഉണ്ടാക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം അപർണ പൈസ ഉണ്ടാക്കുമ്പോൾ അപർണയുടെ മനസ്സിലൊരു സാധനം ഉണ്ടായിരിക്കും, ഏതർ മേടിക്കാൻ അല്ലെങ്കിൽ പേഴ്സ്യൂ ചെയ്യാനോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കും. അത് അസെറ്റാണോ ലയബിലിറ്റി ആണോ എന്ന് പറയേണ്ട ആൾ അപർണ മാത്രമാണ്, അല്ലേ? വീട് സ്വന്തമായിട്ടുള്ളൊരു വീട് അപർണയെ സംബന്ധിച്ചിടത്തോളം അത് വേണം എന്നുള്ളൊരു തോരമുള്ള വ്യക്തിയാണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ദാറ്റ്, അല്ലേ? അത് അവിടെ നഷ്ടം പറ്റുമോ നഷ്ടം പറ്റില്ല ലാഭമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ജീവിക്കുന്നതിന് ഒരു അർത്ഥമില്ലുണ്ട്. പിന്നെ എന്താ മേടിക്കുക, മാത്രം പറ്റുന്നൊരു സാധനം. അപ്പോൾ ആ വീടിനെ കുറിച്ച് ഇങ്ങനെ കുറേ ഡിസ്കഷൻസ് എവിടെ നോക്കിയാലും വീട് അസറ്റാണോ ലയബിലിറ്റി ആണോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതൊരു പറയുന്ന പോലെ ഒരു ബ്ലണ്ടർ കാര്യങ്ങളല്ല. അത് ശരിക്കും ഡിസൈഡ് ചെയ്യേണ്ടത് ആ വ്യക്തി മാത്രമാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള ഒരാളോട് വേണമെങ്കിൽ സജഷനായിട്ട് പറയാം. പക്ഷെ വീട് ഒരിക്കലും ഒരു അസറ്റാണോ ലയബിലിറ്റി ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഒരു ഔട്ട്സൈഡ് തേർഡ് പാർട്ടി അല്ല, അതാ വ്യക്തി ആണ്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറയട്ടെ, എനിക്ക് ഗുലാബ് ജാമുൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുക. എനിക്ക് പൈസ ഉണ്ടായി ഞാനൊരു 10 ഗുലാബ് ജാമുൻ അടുപ്പിച്ച് കഴിച്ചു, എനിക്ക് സന്തോഷം കിട്ടി. പക്ഷെ നേരെ മറിച്ച് അതൊരു ജിമ്മത്തെ ഒരാൾ കണ്ട് ഇയാൾ എന്ത് പൊട്ടത്തര ചെയ്യണമെന്ന്, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഷെയർ മാർക്കറ്റിംഗ് ആൾക്കാരെ കുറ്റം പറയുമല്ല, ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾക്കാർ വന്നപ്പോൾ അവർ ഉണ്ടാക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ ശരിക്കും വലിയ മിസ്റ്റേക്കാണ് ചെയ്യുന്നതെന്നുള്ളൊരു അജണ്ടയൊക്കെ ബിൽഡായി വരുന്നുണ്ട്. ശരിക്കും അതൊക്കെ ഈ പറയുന്ന പോലെ അവരുടെ നല്ല സ്ട്രാറ്റജിയാണ്, ഞാൻ അവരെ കുറ്റം പറയില്ല, നല്ല അടിപൊളി സ്ട്രാറ്റജിയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അത് പുറത്ത് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ഒരു തെറ്റായ ഇൻഫർമേഷൻ അല്ലേ ശരിക്കും. കാര്യം ഇപ്പോൾ അപർണയുടെ ഫീൽഡിൽ തന്നെ കുറേ മണിക്കൂറുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ആങ്കറിങ്ങിൽ കുറേ മണിക്കൂറുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ഓഫ് കോഴ്സ് വിൽ മേക്ക് മണി. അത് തന്നെ ഷെയർ മാർക്കറ്റിലുള്ളൂ, അല്ലേ? കുറേ മണിക്കൂറുകൾ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ വിൽ മേക്ക് മണി. ഇതെല്ലാ ഫീൽഡിലും ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ എന്ത് പൈസ ഉണ്ടാക്കുന്ന ആളും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളൊരു അജണ്ട പുറത്തോട്ട് വരുന്നുണ്ട്. അത് വേണമെന്നുള്ളൊരു അഭിപ്രായം സത്യം പറഞ്ഞാൽ എനിക്കില്ല. അതിലാഗ്രഹമുള്ളവർ മാത്രമേ ശരിക്കും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എല്ലാവരും അടിച്ചേൽപ്പിച്ച അറിവും വേണം, അല്ലാതെ ചുമ്മാ ഇതിങ്ങനെ അവിടെ എവിടെയും കേട്ടിട്ടൊക്കെ പോയി ചെയ്യേണ്ട ഒരു കാര്യമില്ല. സ്വന്തം ഫീൽഡിൽ മണിക്കൂറുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ എൻ്റെ ഫീൽഡിൽ ഞാൻ കുറേ മണിക്കൂറുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ഓഫ് കോഴ്സ് ഐ വിൽ മേക്ക് മണി. അത് തന്നെ അവിടെ സംഭവിക്കുന്നു. അപ്പോൾ ആ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വന്നു തന്നെയാണ് ഈ വീടിൻ്റെ ഡിസ്കഷൻ. സത്യം പറഞ്ഞ റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ശീലേ ഇല്ല. അത് വായിച്ചവർക്കാണ് ഈ പ്രശ്നം. പക്ഷെ അത് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ബുക്കും കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായത് ആ ബുക്ക് എഴുതിയ ആൾക്കാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീട് അസറ്റ് ആണെന്ന് അല്ല എന്ന് പറയുന്നത് ആ ബുക്കിൽ ഭയങ്കര വ്യക്തമായി പറയുന്നുണ്ട്. കാരണം പുള്ളി പക്ഷെ എന്നിട്ട് കുറച്ച് പേജസ് കഴിഞ്ഞു പോകുമ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ എന്തോ കാറ് വാങ്ങിച്ചത് ഈ വീട് കൊണ്ടാണെന്നും പുള്ളി പറയുന്നുണ്ട്. എങ്ങനെ ഈ വീട് വാങ്ങിച്ചിട്ട് റെന്റലായിട്ട് കൊടുത്ത് ആ റെന്റിൽ നിന്നാണ് ഈ കാറിന്റെ EMI അടഞ്ഞു പോകുന്നതെന്ന്. അപ്പോഴും ഈ പുള്ളി വീട് വെച്ചിട്ട് തന്നെയല്ലേ ഇതൊക്കെ കിട്ടുന്നത്. അത് പുള്ളിക്ക് അത്രയും പ്ലാനിങ്ങും വേറെ അത്ര അറിവ് നോളജ് ഫിനാൻസും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് പുള്ളി ഇതെല്ലാം ചെയ്യുന്നത്. അല്ല, ഞാൻ ഇവർ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം. വീടിന്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വലിയ എമൗണ്ടിലേക്ക് എത്താം. പക്ഷെ ഞാൻ പറയുന്നത് വീട് എന്നുള്ളൊരു ആഗ്രഹം തീയായിട്ട് ചെറുപ്പം തൊട്ട് കൊണ്ടുവന്ന് നടക്കുന്ന ഒരാളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അയാള് ജീവിക്കുന്നതേ ചിലപ്പോൾ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടായിരിക്കും. അയാളോട് ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്ലണ്ടർ അഡ്വൈസ് ആണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഇത്ര പ്രായമായ വീട് വെക്കണം, എന്നാലേ സെറ്റിൽ ആവുള്ളൂ എന്നുള്ള മിത്ത് എടുത്ത് മാറ്റണം. വീട് വെച്ചാലേ സെറ്റിൽ ആവുള്ളൂ. അതും ശരിയാണ്. ചിലപ്പോൾ ഇതിലേക്ക് പെർസ്യൂഡ് ചെയ്യുന്ന ഒരു കാര്യം അതായിരിക്കാം, സ്വന്തമായി വീട് ഉണ്ടെങ്കിലേ ഒരു സക്സസ് ലൈഫ് ആയുള്ളൂ എന്നുള്ളൊരു തോന്നലും ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഏതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുകയാണെങ്കിലും ഒരു സാധനം അതിലേക്ക് പോകണോ പോകണ്ടേ എന്ന് ഡിസൈഡ് ചെയ്യേണ്ട ആൾ ആ വ്യക്തിയാണ്. അത് ചെയ്യേണ്ട, അതിന് പകരം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ഡിസ്കഷൻ കുറച്ച് എന്താ പറയുക വല്ലാണ്ട് പ്രൊലോങ് ആവുന്നുണ്ടോ ഈ വീടിൻ്റെ സാധനം? എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട്
എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മേ ബി എൻ്റെ അഭിപ്രായം ആയിരിക്കാം. നമ്മൾ തന്നെ ഇരുന്ന് അത് ഡിസ്കസ് ചെയ്തു. എല്ലാ ഈ ഫിനാൻസ്, ടാക്സ്, കൊമേഴ്സ് ബേസ്ഡ് വരുന്ന എല്ലാ കോൺവെർസേഷൻസിലും വീടൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. പക്ഷേ വീട് വാങ്ങിച്ച് സേഫ് ആയിട്ടൊരു വീടുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ഓഫീസായിട്ട് വരെ വീട് യൂസ് ചെയ്യാം. നമുക്ക് പല രീതിയിലും നമ്മൾക്ക് സ്വന്തമായിട്ട് ഈവൻ GST രജിസ്ട്രേഷൻ വീട്ടിലെടുക്കാം. ഓഫീസ് വേണം നിർബന്ധമില്ല. അതെ, സ്വന്തമായിട്ടുള്ള വീടുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയും നമ്മൾ പല. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു അജണ്ട ബേസ്ഡ് സാധനമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഷെയർ മാർക്കറ്റിൻ്റെ അതിപ്രസരം. പക്ഷേ ഓഫ് കോഴ്സ് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ബിസിനസ്സാണ്, അവർക്ക് സംസാരിച്ചേ പറ്റൂ. അപ്പം നമ്മൾ ടാക്സിനെ കുറിച്ച് പൊക്കി പറയുന്ന പോലെ അവർ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഉറപ്പായിട്ടും പറയും. പക്ഷെ അങ്ങനെ ഒരു സാധനം മിസ്കോൺസെപ്റ്റ് ആൾക്കാരുടെ ഉള്ളിലുണ്ട്, ഇത് ചെയ്തേ പറ്റൂ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ പേര് പൈസയും പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഗസ്റ്റുകളെല്ലാവരും വരുമ്പോൾ ചോദിക്കുന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, ഇൻസ്പയർ ചെയ്തിട്ടുള്ള ബുക്കാവാം, വ്യക്തികളാകാം, ഏതെങ്കിലും ഒരു ഓർമ്മയാകാം, എന്തും ആകാം, ചിലപ്പോൾ ഒരു പൂവാകാം, പുഷ്പമാകാം, എന്തും ആകാം. വാട്ട് ഈസ് ഇറ്റ് ഫോർ യു? എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇൻഫ്ലുവൻസിങ് എന്നുള്ളൊരു ഇതിൽ പെടുത്താറ്. എന്നെ മുന്നോട്ട് പോകാൻ മോട്ടിവേറ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പുഷ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡാണ്. ഞാനിപ്പോൾ ശരിക്കും എൻ്റെ പ്ലാനിൽ ഒരു 5-6 ദിവസത്തെ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് അതൊക്കെ കട്ട് ഷോട്ട് ചെയ്തു. ഇന്നലെ ഞാൻ എറണാകുളത്ത് എത്തിയപ്പോഴേ ഞാൻ വീട് മിസ് ചെയ്ത് തുടങ്ങി. ഞാനതൊക്കെ കട്ട് ഷോട്ട് ചെയ്ത് എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് വന്നു തുടങ്ങി. ജെന്യുവൻലി എനിക്ക് വീടാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ മേ ബി ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മോനാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ അച്ഛനും അമ്മയും തന്നെ. അവരില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സത്യമായിട്ടും ഞാനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും പറയുന്നത് കേൾക്കുമ്പോഴാണ് എത്ര സപ്പോർട്ടീവാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുക. എല്ലാ സാഹചര്യത്തിലും എൻ്റെ ഒരു ഡിസിഷനനുസരിച്ച് മാത്രമേ അവർ നിന്നിട്ടുള്ളൂ. അതായത് ഇന്നോട് ഇന്നത് ചെയ്യ്, ഇന്ന പോലെ ചെയ്താൽ മതി എന്ന് പറയാത്തതാണ് എൻ്റെ ശരിക്കും ഏറ്റവും വലിയൊരു ലിബറേഷൻ. ആ ലിബറേഷൻ എന്നാണ് റിസ്ക് എടുക്കാനും ടീച്ചിങ്ങിലേക്ക് ഇറങ്ങാനും എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡ് സെലക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു കാരണമാണ്. കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ വീട്ടുകാരാണ് എൻ്റെ സപ്പോർട്ട്. വീട്ടുകാരെന്ന് പറയുമ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ കസിൻസൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആട്ടോ. കാര്യം എനിക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന കുറേ കസിൻസും ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് വളരെ ഫ്രീക്വൻ്റ്ലി പണികൾ കിട്ടുന്നൊരു ജന്മമാണ് എൻ്റെ. അതായത് ഇപ്പോൾ നല്ലൊരു പീക്കിലെത്തി നിൽക്കുകയായിരിക്കും, ചിലപ്പോൾ നല്ലൊരു അടി കിട്ടും. ചിലപ്പോൾ പേഴ്സണലായിരിക്കാം, ചിലപ്പോൾ കരിയർ വൈസ് ആയിരിക്കാം. അങ്ങനെ പറയാം. നല്ല പണികൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ആളാവുകൊണ്ട് ഈവൻ കരഞ്ഞു പൊളിക്കേണ്ട പണികളൊക്കെ ചിലപ്പോൾ കിട്ടും. അങ്ങനത്തെ ഒരാളാവുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെയാണ് എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരെന്ന്. കാര്യം പണി കിട്ടുമ്പോഴാണല്ലോ നമ്മളിത് റിയലൈസ് ചെയ്യുക. അത് നോക്കുമ്പോൾ എൻ്റെ കസിൻസ്, എൻ്റെ ചേച്ചിമാർ, ഏട്ടന്മാർ, എൻ്റെ അമ്മ, അച്ഛൻ, വലിയമ്മമാർ, പ്രായ ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ ഫാമിലിയിൽ. ഇവരെല്ലാവരും നിൽക്കുന്ന രീതി കാണുമ്പോൾ എനിക്കറിയാം ഐ ഹാവ് പീപ്പിൾ എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. വെറുതെ പറയാൻ മാത്രമല്ല, എനിക്ക് റിസ്ക് എടുക്കാം എൻ്റെ കരിയറിൽ. കാര്യം എന്താ വെച്ചാൽ നാളെ പണി കിട്ടി 1 രൂപ എൻ്റെ കയ്യിലില്ലാത്തൊരവസ്ഥ വന്നാൽ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഐ ഹാവ് പീപ്പിൾ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞത് ഫാമിലിയാണ്. കുറച്ചും കൂടി സ്പെഷ്യലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും. എൻ്റെ അമ്മയൊക്കെ ഭയങ്കര, ഞാൻ കണ്ടതിൽ വെച്ച് ഭയങ്കര ബോൾഡായൊരു ലേഡിയാണ്. എന്താ പറയുക, അമ്മ മണി മേക്കിങ്ങിലാണെങ്കിലും ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുന്നതിലാണെങ്കിലും അമ്മ ഹൗസ് വൈഫാണ്. അമ്മ പക്ഷെ അച്ഛനെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ വർക്ക് പഠിച്ചെടുത്ത്, അച്ഛൻ്റെ ഓഫീസിലത്തെ വർക്കുകളൊക്കെ പഠിച്ചെടുത്ത് അമ്മ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ അതൊക്കെ കണ്ടിട്ട് വളർന്നുകൊണ്ട് എനിക്ക് ആ ഒരു ബോൾഡ്നെസ് ഇമ്പാർട്ട് ചെയ്തത് അവരാണ്. അതുകൊണ്ട് അവരാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. അതെ, തീർച്ചയായും അങ്ങനെയൊക്കെ ചിലപ്പോൾ ലക്കിനെ പറയാം. കാരണം അത് ഉറപ്പായിട്ടും അച്ഛനും അമ്മയും എന്താണെന്ന് വെച്ചാൽ അവർ തന്ന ഒരു ബേസിലാണ് ഞാൻ ഇപ്പോൾ ഓടുന്നത്. അല്ലാണ്ട് ഇപ്പോൾ വേറൊരാൾ, എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു ഗുരു എന്ന് പറയാൻ, അതായത് കറക്റ്റായിട്ട് എന്നെ മെൻറ്റർ ചെയ്തൊരു ഗുരു എന്ന് പറയാൻ എനിക്കില്ല. കാര്യം ഞാൻ മറ്റേ നീമ്പോളി പറയണ പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നതാണ് നമ്മളൊക്കെ. അത് എന്താ പ്രശ്നമുള്ള വെച്ചാൽ അത് മാറ്റി നമ്മളായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കറക്റ്റ് ഒരു ഐഡൽ, ഒരു മെൻറ്റർ എന്ന് പറയാൻ ആരുമില്ല. പക്ഷെ അപ്പോൾ ഞാനിരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന ഡിസിഷൻസൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞ പല കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണെന്നുള്ളത് മനസ്സിലാവും. ശരിക്കും അവർ തന്നെയാണ് ഇൻസ്പിറേഷൻ. അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സക്സസിൻ്റെ ഒരു പാത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പലരും വിട്ടുപോകുന്ന കാര്യമാണ് ഫാമിലിയോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ശരിക്കും അബയ്ക്ക് ഉള്ളതും ഒരു വലിയ കാര്യമാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ അപർണയ്ക്ക് പൈസ കിട്ടുമ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും.
ഇന്നൊരു സാധനം മേടിക്കണം എന്നുണ്ട്, എല്ലാവർക്കും അതുണ്ടായിരിക്കും, ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ഓടുന്നത്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള അർജ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അച്ഛനമ്മയ്ക്ക് നല്ല പ്രീമിയം ലൈഫ് കൊടുക്കണം എന്നുള്ളൊരു സാധനമാണ് എന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഇന്ന ഡ്രസ്സ് വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാർ വേണം എന്നുള്ളൊരു സാധനമല്ല എന്നെ പുഷ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഈ പറഞ്ഞ നമ്മൾ മിഡിൽ ക്ലാസ് ആയിരുന്നു, അവരനുഭവിച്ചിട്ടില്ലാത്ത എല്ലാ ലക്ഷറി ഇന്ന് എനിക്ക് കൊടുക്കണം എന്നൊരു അർജാണ് എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായി. എന്തായാലും നമ്മൾ ഇടയ്ക്ക് വെച്ച് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതേ കോളേജിൽ തന്നെ ഗസ്റ്റായിട്ടൊക്കെ പോയി. അങ്ങനെ ലൈക്ക് പീപ്പിൾ ആർ അപ്രീഷിയേറ്റിംഗ് വാട്ട് യു ആർ ഡൂയിങ്. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ റൈറ്റ് പാത്തിലാണ്, നമ്മളുടെ എഫേർട്സിനെല്ലാം ഒരു റിസൾട്ട് കിട്ടുന്നു എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ എന്തായാലും ഐ എം റിയലി ഗ്ലാഡ് ദാറ്റ് യു ആർ എനിക്ക് നമുക്ക് ഈ പോഡ്കാസ്റ്റ് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റി എന്നുള്ളതിന്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും എന്റെ അറിവ് ഭയങ്കര കുറവാണെന്ന് എനിക്ക്. അത് ഓഫ് കോഴ്സ് അങ്ങനെയല്ലേ വരുള്ളൂ, കാര്യം നിങ്ങളുടെ ഫീൽഡ് അല്ലല്ലോ ഇത്. ഇപ്പം ഞാൻ ആങ്കറിങ്ങിനെ കുറിച്ച് പറയാൻ തുടങ്ങിയ ബ്ലണ്ടർ ആയിരിക്കും ഞാൻ മൊത്തം സംസാരിക്കുന്നത്. എന്താ പറയാ ഇപ്പൊ ഇത് ക്യാമറയുടെ കാര്യം തന്നെ, ഏത് ക്യാമറയ്ക്കാണ് നോക്കണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലേ, എന്നും എനിക്ക് അറിയില്ലാത്ത കാര്യങ്ങളായിരുന്നല്ലോ. അപ്പൊ അത് എല്ലാവരും എല്ലാ ഫീൽഡിനെ കുറിച്ചും ഉറപ്പാണ്. അല്ല, പക്ഷെ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു എന്തൊക്കെയോ. അതാർക്കും പാടില്ല, കാരണം ആ ധാരണ ഉള്ള ആൾക്കാർ നമ്മളാണ്. നമ്മുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾക്കൊന്നും അറിയില്ല, നമുക്കറിയാം, വന്നോണം കേട്ടോ. നിങ്ങൾ അറിയണ്ട, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്, ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയും, നിങ്ങളൊരു ഹെഡ് ഏക്ക് കൊടുക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നോക്കിക്കോ, ടാക്സിന്റെ സൈഡ് ഞാൻ നോക്കിക്കൊണ്ട്, കാരണം എൻ്റെ പണി അതാണല്ലോ, ടാക്സിന്റെ സൈഡ് ഞാൻ നോക്കിക്കൊണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് ബിസിനസ് ചെയ്യൂ. സെറ്റ്. എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നെക്സ്റ്റ് ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട്, കാര്യം നമുക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂ ഫീലിംഗ് ഒന്നും തോന്നിയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പോഡ്കാസ്റ്റിന്റെ ഒരു പ്രത്യേകത വൈബ് അതാണ്. ഇരുന്ന് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു, അത്രേ ഫീൽ ചെയ്തുള്ളൂ. ഞാനും പറഞ്ഞോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അല്ല, ഇടയിൽ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ ലൈഫ് മൊത്തത്തില്? ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. കുഴപ്പമില്ല, ഒരു പനിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, ഗ്രേറ്റ്ഫുൾ ആണ്. അതെ അതെ, ഭയങ്കര എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ പണ്ട് സ്വപ്നം കണ്ട 2023 ഹാഫ് തൊട്ട് ഇപ്പം വരെയുള്ള ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഒരുപാട് മനുഷ്യർ പണ്ട് സ്വപ്നം കണ്ട ലൈഫൊക്കെ ഇപ്പോൾ പെർസ്യൂ ചെയ്യാൻ, സ്വപ്നം കണ്ട ലൈഫിനേക്കാൾ കൂടുതൽ, പണ്ടത്തേക്കാൾ കൂടുതൽ എനിക്ക് കുറച്ചും കൂടി ഞാൻ ഫ്രീ ആയി, ഫിനാൻഷ്യലി ആണെങ്കിലും മൊത്തത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിപ്പോൾ പൈസേനെ കുറിച്ച് കുറേ നേരം സംസാരിച്ചുകൊണ്ട് ചോദിക്കുക, എങ്ങനെ ഒരു പണം കയ്യിൽ വന്നതിൻ്റെ ബിഫോർ ആഫ്റ്റർ എങ്ങനെ ചെയ്യുന്നത്? ലൈഫ് ബിഫോർ ആൻഡ് ലൈഫ് ആഫ്റ്റർ, ഏത് റെസ്പെക്ട് വേണമെങ്കിൽ പറയാം. മേ ബി സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്റ്റിനെ കുറിച്ച് പറയാം. സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്ട് ശരിക്കും മാറിയത് നമ്മൾ പറയുന്ന, സത്യം പറഞ്ഞാൽ അതൊരു പുഷാണ് നമുക്ക് പൈസ ഉണ്ടാക്കുക, അല്ലേ? കാര്യം നമ്മളത് റെക്കഗ്നൈസ് ചെയ്യും. ശരിക്കും ആൾക്കാരുടെ നമ്മളോടുള്ള മനോഭാവം റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അതൊരു മോട്ടിവേഷനാണ്. അത് മറ്റേ രമേശ് പിഷാരടി ഏതൊരു പുള്ളിക്കാരൻ ഏതോ ഒരു ഇന്റർവ്യൂലോ എവിടെയോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളെ ഒരാൾ കാണുമ്പോൾ എന്താ ജോലി എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇന്നാൾക്ക് ഇത്ര ജോലിയാണ്, ഇതാണ് ജോലിയെങ്കിൽ ഇത്രത്തോളം പൈസ കിട്ടും, റെസ്പെക്ട് മാറുന്നുണ്ട്. അപ്പം അതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്നോട് കുറച്ച് നാൾ മുന്നേ, ഒരു 2-3 months മുന്നേ എന്നോട് ആരെങ്കിലും എന്താ ചെയ്യുന്നത്, എന്നെ കണ്ടിട്ടില്ലാത്തവരോ അറിയാത്തവരോ ഒരുപാട് പേരുണ്ട്. അതിൽ ആരെങ്കിലും എന്നെ കണ്ടിട്ട് എന്നോട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇൻഫോസിസിലെ ജോലി ചെയ്യുന്നതെന്നേ പറയുള്ളൂ. അത് പറയുമ്പോഴും ഞാൻ ആങ്കറാണ്, TV-യിലാണ്, അത് തരുന്ന 2 ടൈപ്പ് ഓഫ് റെസ്പെക്റ്റാണ്. ഇൻഫോസിസിടത്തോളം രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുമ്പോഴാണ് അവിടെ ഒരു എന്താ പറയുക, അതിന്റെ പിന്നിലുള്ള ഒരു ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വരുന്നത്. ഇൻഫോസിസിൽ ഒരു ജോലിയേക്കാൾ കൂടുതൽ നമ്മളൊരു നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നേരെ തിരിച്ചാണ് സൊസൈറ്റിക്കുള്ള ഒരു ഇമേജ്. അതെ, ഇൻഫോസിസിൽ ജോലി ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷെ ഇൻഫോസിസിൽ ഞാൻ കിടന്ന് 1 മാസം കഷ്ടപ്പെടുന്ന തുക ഞാൻ മര്യാദയ്ക്ക് എൻ്റെ അതെ ഉണ്ടാക്കാൻ മതിയായിരിക്കും. പക്ഷെ മറ്റിടത്ത് കിട്ടുന്നത് സ്റ്റെബിലിറ്റി, പക്ഷേ ഇറ്റ് ഈസ് മറ്റേ ഗ്രേറ്റർ ഇട്ട് പറയേണ്ടി വരും. എനിക്ക് ഷോ ബിസിനസ് ആണ് കുറച്ചുകൂടി ആസ് എ പേഴ്സൺ എൻ്റെ സ്കില്ല് എൻഹാൻസ് ചെയ്തിരിക്കുന്നത്. ലേണിംഗ് കർവും കൂടെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ബിഫോർ ആഫ്റ്റർ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി. കാരണം എനിക്ക് എൻ്റെ പാഷൻ പെർസ്യൂ ചെയ്യാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ ഇൻഫോസിസിലെ ജോലിയുണ്ടാകും. എനിക്ക് അതായത് ആദ്യമൊക്കെ നമ്മൾ മോഡലിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ, ആങ്കറിങ്ങിന് ഇറങ്ങുമ്പോൾ നമുക്ക് അത്ര മാത്രം ഇൻകം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഡെസ്പറേറ്റ് ആയി പോവാതിരുന്നത് എനിക്ക് ജോലി ഉള്ളതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, വീട്ടിൽ അച്ഛൻ ക്യാമറമാൻ ആയിരുന്നു, അപ്പം അത്ര സ്റ്റേബിൾ ലൈഫ് അല്ലായിരുന്നു. അപ്പം അമ്മയ്ക്കാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കലി ടെൻഷൻ. അങ്ങനെയാണോ ക്യാമറയുടെ മുൻപിൽ വരാനുള്ള ഈ ഒരു അർജി വന്നത്? അതെ,
അച്ഛൻ്റെ കണ്ടിട്ട് തന്നെയാണ് വന്നത്. അച്ഛൻ തന്നെയാണ് അതിനുള്ള ആ ഒരു സ്പാർക്ക് ഇട്ട് തന്നത്. അച്ഛന് സിനിമയോടുള്ള കൊതിയാണ് എനിക്ക് വന്ന കൊതിയുന്നത്. ഇപ്പോഴും എല്ലാവരും പറയും അച്ഛൻ്റെ മോള് തന്നെ അതിനൊരു ഇതില്ല എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞോണ്ടിരുന്നത്? അല്ല, ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇൻകം ഇല്ലാതിരുന്നപ്പോഴും അമ്മ ഒക്കെ പൊക്കോട്ടെ എന്ന് വെച്ചത് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടാണ്. അപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു തന്ന് വിടാനുള്ള ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റ്ലി ജോലി പിന്നെ എന്തുകൊണ്ടും അതെ ആ ഡിഫറൻസ് നേരെ അറിയാം. എന്തായാലും സന്തോഷം പറഞ്ഞ, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. നീ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. അടുത്ത തവണ വരുമ്പോഴേക്കും ഒന്നും കൂടി അടുത്ത ലെയറിലേക്ക് നമ്മൾ രണ്ടുപേരും കരിയർ വൈസ് പോട്ടെ. യെസ്, ഞാൻ കുറച്ചുകൂടി പഠിച്ചിട്ട് വരാം. ഇത് മതി, ഇതാണ് ബെസ്റ്റ്. കുറെ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിയല്ലോ. ഇതാകുമ്പോ ഓക്കെ മാനേജബിൾ ആണ്. ശരി, അപ്പോൾ താങ്ക് യു.